أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله، ونشهد أن سيدنا ومولانا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، صلى الله عليه وسلم. خذ بيدي قلت حيلتي أدركني. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقبل بعضهم على بعض يتساءلون. قال قائل منهم إني كان لي قرين يقول أئنك لمن المصدقين أإذا متنا وكنا ترابا وعظاما أإنا لمدينون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا سيدي سندي غوثي ويا مددي كل ظهيرا على الأعداء بالمدد. مجير عرضي وخذ بيدي مدى مددي. خليفة الله فينا محي الدين يا محي الدين.
يا محي الدين يا محي الدين عبد القادر الجيلاني. വേദിയിലുള്ള ആദരണീയരായ പുരുഷൻകോടി ഖത്തീബ് ഉസ്താദ്, ഷരീഫ് സഅദി ഉസ്താദ്, ഈ നാട്ടുകാരനായ അബ്ദുൽ ഹമീദ് സഖാഫി ഉസ്താദ് ഉൾപ്പെടെയുള്ള എല്ലാ ഉസ്താദുമാർ, ഖുതുബിയ്യത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, പ്രിയങ്കരരായ അബ്ദുൽ ഹമീദ് ഹാജി, വേദിയിലുള്ള പ്രിയങ്കരരായ മുഹമ്മദ് ഹാജി, അബൂബക്കർ ക ഉൾപ്പെടെയുള്ള സ്റ്റേജിലും സദസ്സിലുമുള്ള എല്ലാ പുരുഷൻകോടി ജമാഅത്തുമായി ബന്ധപ്പെട്ട നേതാക്കൾ, ഈ മഹല്ലിലെ നിവാസികൾ, ജമാഅത്ത് കമ്മിറ്റിയുടെയും ഖുതുബിയ്യത്ത് കമ്മിറ്റിയുടെയും നേതാക്കൾ, അംഗങ്ങൾ, ഈ ഇൽമിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ നല്ലവരായ ഉപ്പമാർ, യുവാക്കൾ, ഉമ്മപെങ്ങന്മാർ, നമ്മുടെ ഈ പരിപാടി ലൈവായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ നാടുകളിലുള്ള മുഴുവൻ നല്ലവരായ സ്നേഹജനങ്ങൾ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് 47-ാം ഖുതുബിയ്യത്ത് വാർഷികത്തോട് അനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള ഇൽമിൻ്റെ സദസ്സിലാണ് നാം ഉള്ളത്. നാളത്തെ സദസ്സോടുകൂടെ ഈ വർഷത്തിൻ്റെ ഖുതുബിയ്യത്ത് വാർഷിക പരിപാടി അവസാനിക്കുകയാണ്. അല്ലാഹു ഇത് നമ്മുടെ അവസാനത്തെ വാർഷിക പരിപാടിയാക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് കാലം ഇതുപോലെയുള്ള നല്ല നല്ല സദസ്സുകളിൽ സംഗമിക്കാൻ അല്ലാഹു നമുക്ക് ആരോഗ്യവും ദീർഘായുസ്സും തൗഫീഖും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വരികയും വഅദ് പറയുകയും എല്ലാം ചെയ്തിരുന്നു. അന്ന് വഅദിന്റെ അവസാന സമയം നമ്മുടെ ഈ മഹത്തായ പള്ളിയുടെ മുകൾ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളോട് സഹായം ചോദിച്ചപ്പോൾ ഈ നാട്ടുകാരായ നിങ്ങളെല്ലാവരും വലിയ ആവേശത്തോടുകൂടി അത് ഏറ്റെടുക്കുകയും അൽഹംദുലില്ലാഹ് ഇന്ന് എല്ലാവരുടെ സഹായത്തോടെ സഹകരണത്തോടെ ഇന്ന് ഈ കാണുന്ന വിധത്തിൽ നമ്മുടെ മുകളിലെ നില എത്തിയിരിക്കുകയാണ്. അല്ലാഹു തആല അത് വൈകാതെ തന്നെ പൂർത്തീകരിക്കാനുള്ള എല്ലാ വഴികൾ അല്ലാഹു തആല നമുക്ക് തുറന്നു തരട്ടെ. സഹായിച്ച മുഴുവൻ ആളുകളെയും അല്ലാഹു തആല ഈ പള്ളിയുടെ ഹക്ക് ജാട ബറക്കത്ത് കൊണ്ട് സഹായിക്കട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിൽ
യാസീൻ സൂറത്ത് നമുക്കറിയാം. യാസീൻ അറിയാത്തവർ ആരും ഉണ്ടാകില്ല. ആ യാസീൻ സൂറത്തിന്റെ നേരെ ചുവടെയുള്ള ഒരു സൂറത്താണ് സൂറത്തു സ്വാഫാത്ത്. മനുഷ്യന്റെ ഖൽബിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയവും ദീനിനെ കുറിച്ചുള്ള ബഹുമാനവും മനുഷ്യ മനസ്സുകളിൽ നിറക്കാൻ ഉതകുന്ന പരിശുദ്ധ ഖുർആനിലെ എല്ലാ സൂറത്തുകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തു സ്വാഫാത്ത് എന്നത്. ആ സൂറത്തു സ്വാഫാത്ത് തുടങ്ങുന്നത് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്വാഫാത്തി സ്വഫാ ഫസ്സാജിറാത്തി സജ്റാ ഫത്താലിയാത്തി ദിക്റാ ഇന്ന ഇലാഹക്കും ലവാഹിദ്. അല്ലാഹു തആല ചില ആളുകളെ കൊണ്ട് സത്യം ചെയ്തു പറയുകയാണ്. ആ സത്യം ചെയ്തിട്ട് അല്ലാഹു തആല പറയുന്നത് ഇന്ന ഇലാഹക്കും ലവാഹിദ്, നിങ്ങളുടെ ഇലാഹ് അവൻ ഏകനാണ് എന്നാണ്. അഥവാ നിങ്ങൾ ആരാധിക്കുന്നവൻ അവൻ ഏകനാണ്, ഒന്നിലധികം ആരാധ്യ വസ്തുക്കൾ ഇല്ല. ഈ ഒരു സത്യം വിളിച്ചു പറയാൻ അല്ലാഹു തആല അതിൻ്റെ മുന്നോടിയായി 3 വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു തആല സത്യം ചെയ്യുന്നത്. അതിൽ ഒന്ന് വസ്വാഫാത്തി സ്വഫാ. അതിന് പണ്ഡിതന്മാര് ധാരാളം വ്യാഖ്യാനം ഖുർആനിന്റെ വ്യാഖ്യാനത്തിന്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായും നൽകിയത് വാനലോകത്ത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി അണിയണിയായി നിൽക്കുന്ന അണിനിരക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. അല്ലാഹുവിന്റെ അടിമകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് മലക്കുകൾ. ആ മലക്കുകൾ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാൻ അണികളായി അണിനിരക്കുകയാണ്, സ്വഫായി നിൽക്കുകയാണ്. സ്വഫ് എന്നത് വളരെ പ്രധാനമാണ്. ആ സ്വഫ് പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ മാത്രം അല്ല. എനിക്ക് തിരിയാതെ പോയ ഒരു സംഗതിയുണ്ട്. അതെന്താന്ന് ചോദിച്ചാല്, പള്ളിയിലെല്ലാരും നിസ്കരിക്കാൻ വന്നാല് മുന്നിലെ സ്വഫ്, ആ സ്വഫ് ബാക്കി പിന്നെ ഉണ്ടായിരിക്കെ പിന്നിൽ ആരും നിൽക്കൂല. മുന്നില് ജമാഅത്ത് നിസ്കരിക്കുമ്പോ അങ്ങനല്ലേ, മുന്നിലെ സ്വഫ് പൂർത്തീകരിച്ചിട്ടാണ് ബാക്കിലെ സ്വഫിൽ നിൽക്കുക. അവിടെ മുന്നിൽ നിൽക്കണം എന്ന് പറയേണ്ട ഒരു ആവശ്യം പലപ്പോഴും വരാറില്ല. അതേ സമയത്ത് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ മാത്രമല്ലല്ലോ ഈ സ്വഫിന്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, മറിച്ച് വഅദിന്റെ സദസ്സിലും സ്വഫിന്റെ കാര്യം ശ്രദ്ധിക്കണം. നേരെ മുന്നിൽ കസേരകൾ ബാക്കി ഉണ്ടായിരിക്കെ ബേക്കിൽ പോയി ഇരിക്കാൻ പാടില്ല. അത് നിയമവിരുദ്ധമാണ്. ഈ കസേരൊക്കെ എന്തിനാ വെച്ചതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോ നേരത്തെ ഉണ്ടായിട്ടില്ല, ഇപ്പൊ കൂടെ വെച്ചാണ് അല്ലേ. ഇപ്പൊ പുതിയൊരു സ്വഫ ആയതാണ് ബേക്ക്. എന്നാൽ അതുകൊണ്ടാണ് ഹദീസിൽ കാണാം, ഹബീബായ അഷ്റഫുൽ ഖൽഖ് റഹ്മത്തുൽ ലിൽ ആലമീൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് പറഞ്ഞു, അല്ലയോ സ്വഹാബത്തെ, മലക്കുകൾ അവരുടെ റബ്ബിന്റെ അരികിൽ സ്വഫായി നിൽക്കുന്നത് പോലെ നിങ്ങൾക്കൊന്ന് സ്വഫായി നിന്നുകൂടെ എന്ന് ചോദിച്ചു. മലക്കുകള് അവരുടെ റബ്ബിന്റെ അരികിൽ സ്വഫായി നിൽക്കുന്നത് പോലെ നിങ്ങൾക്ക് ഒന്ന് സ്വഫായി നിന്നുകൂടെ സ്വഹാബത്തെ എന്ന് ചോദിച്ചു. അപ്പൊ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു,
എങ്ങനെയാണ് മലക്കുകൾ അല്ലാഹുവിന്റെ അരികിൽ സ്വഫായി നിൽക്കുന്നത് നബിയെ? ഹബീബായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി വെള്ളിയാഴ്ച രാവാണ്, ഉറക്ക സ്വലാത്തിലാണ്. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, യുത്തിമ്മൂന സുഫൂഫൽ മുഖദ്ദിമ, നേരെ മുന്നിലുള്ള സ്വഫുകൾ മലക്കുകൾ പൂർത്തീകരിക്കുന്നു. ഏറ്റവും മുന്നിലുള്ള സ്വഫ് മലക്കുകൾ പൂർത്തീകരിക്കുകയാണ്. അതിന്റെ നേരെ പിന്നിലുള്ള സ്വഫുകൾ മലക്കുകൾ പൂർത്തീകരിക്കുകയാണ്. അത് കഴിഞ്ഞ് തൊട്ട് ബേക്കിലുള്ള സ്വഫുകൾ പൂർത്തീകരിക്കുകയാണ്. മുന്നിലെ സ്വഫുകൾ പൂർത്തീകരിക്കാതെ ബേക്കിലെ സ്വഫിൽ മലക്കുകൾ നിൽക്കൂല, മലക്കുകൾ ഇരിക്കൂല. ആ മലക്കുകൾ റബ്ബിന്റെ അരികിൽ എങ്ങനെയാണോ സ്വഫായി നിൽക്കുന്നത്, അതുപോലെ നിങ്ങൾ സ്വഫായി നിൽക്കണം എന്ന് ലോക നേതാവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. എവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഇൽമിന്റെ സദസ്സിലായാലും അതുപോലെ തന്നെ പള്ളിയിലായാലും നേരെ മുന്നില് സ്വഫ് പൂർത്തീകരിച്ചിട്ട് വേണം. മൗലിദിന്റെ സദസ്സിലാണെങ്കിലും ബേക്കിൽ പോയിട്ടല്ല ഇരിക്കലും, മുന്നിൽ എങ്ങനെയാണ്? ആദ്യം വന്ന ആള് മുന്നിലിരിക്കുക, പിന്നെ അപ്പുറത്തിരിക്കുക, അതിന്റെ നേരെ ബേക്കിലിരിക്കുക. കാരണം അത് മലക്കുകൾ അങ്ങനെയാണ് സ്വഫായി ഇരിക്കുന്നത്, മലക്കുകൾ അങ്ങനെയാണ് സ്വഫായി നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ജനങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കാൻ ഉദ്ദേശിച്ചാൽ മഹാനവരുകൾ അവിടുന്ന് പറയും, ഇസ്തവൂ, നിങ്ങൾ എല്ലാവരും ഒന്ന് ശരിയായി നിൽക്കണം. എന്നിട്ടോ ഓരോരുത്തരെ വിളിച്ചിട്ട് പറയും, നേരെ പിന്നെ അല്പം കൂടി മുമ്പോട്ട് വന്ന് നിൽക്കുന്ന ആളോട് പിറകോട്ട് നിൽക്കാൻ പറയൂ. പിറകോട്ട് സ്വഫിൽ നിന്ന് തെറ്റിയിട്ട് പിറകോട്ട് നിൽക്കുന്ന ആളോട് മുമ്പോട്ട് നിൽക്കാൻ വേണ്ടി പറയും. എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കൂടെയുള്ള ജനങ്ങളോട് പറയാണ്, അല്ലാഹു തആല നിങ്ങൾക്ക് മലക്കുകളിൽ മാതൃക കാണുന്നുണ്ട്. മലക്കുകൾ സ്വഫ് തെറ്റിച്ച് ഒരിക്കലും ഇരിക്കൂല, ഒരിക്കലും നിൽക്കൂല. അതുകൊണ്ട് സ്വഫ് പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ മാതൃകയാക്കേണ്ടത് മലക്കുകളെയാണ് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്. അതുകൊണ്ടല്ലേ ഹദീസിൽ തന്നെ ഉള്ളതാണല്ലോ, നിങ്ങളൊന്ന് നോക്കൂ, ഹദീസിൽ വന്നതാണല്ലോ, ഒരു സ്വഫിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നാൽ കസേരകൾ ഇങ്ങനെ വെച്ചിരിക്കും, അതിന്റെ ഇടയ്ക്കൊരു കസേര ബാക്കിയുണ്ടാവും, അതിന്റെ അപ്പുറത്തായിരിക്കും വേറെ ആളിരിക്കണേ, ഇടയ്ക്കൊരു കസേര ബാക്കിയുണ്ടാവും. ആ ഇടയ്ക്ക് ഒരു കസേര ഇങ്ങനെ ബാക്കിയുണ്ടെങ്കിൽ അത് ഹദീസിൽ വന്നതാണ്. സ്വഫായി ഇങ്ങനെ നിൽക്കുമ്പോ, സ്വഫായിരിക്കുമ്പോ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നാൽ ആ ഗ്യാപ്പിൽ പിശാച് വന്ന് ഇരിക്കും. അന്ന ശൈത്വാന യഖിഫു ഫീ ഫുർജത്തി സ്വഫി, സ്വഫിന്റെ ഗ്യാപ്പിൽ പിശാച് വന്ന് നിൽക്കും. അത് വെറുതെ പറയല്ല, അത് ഹദീസിൽ വന്നതാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കാൻ. സ്വഫിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നാൽ പിശാച് വന്ന് നിൽക്കും. അതുകൊണ്ട് തന്നെ സ്വഫായി നിൽക്കുമ്പോൾ തന്നെ പരസ്പരം ശരീരം ചേർന്നുകൊണ്ട് നിൽക്കണം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയാണ്. അപ്പൊ വസ്വാഫാത്തി സ്വഫാ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വാനലോകത്ത് അണിയണിയായി നിൽക്കുന്ന മലക്കുകൾ തന്നെയാണ് സത്യം. അവിടെ തന്നെ ചില പണ്ഡിതന്മാർ അതിന് വേറെയൊരു വ്യാഖ്യാനവും കൂടി നൽകിയിട്ടുണ്ട്. ഈ വസ്വാഫാത്തി സ്വഫ എന്ന് പറഞ്ഞാൽ അൽ ഉലമാ, പണ്ഡിതന്മാരാണ്.
ആ പണ്ഡിതന്മാരോ അവരുടെ സ്വന്തം ശരീരങ്ങളെ ജമാഅത്ത് നിസ്കാരങ്ങളിൽ സ്വഫിൽ നിർത്തുന്നു. ആ പണ്ഡിതന്മാരവരെയും അവരുടെ പിന്നിലുള്ള ആളുകളെയും സ്വഫുകളിൽ നിർത്തുന്നു. അത് പണ്ഡിതന്മാരുടെ ദൗത്യമാണ്. എന്നിട്ടോ ഫസ്സാജിറാത്തി സജ്റാ, ആ പണ്ഡിതന്മാർ ജനങ്ങളെ തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നു. എങ്ങനെ? ബിൽ മവാഇദി, വഅദ് പറയലുകൊണ്ട്, ഉപദേശം നൽകലുകൊണ്ട്. ഫത്താലിയാതി ദിക്റാ, എന്നിട്ടോ മൂന്നാമതായി അല്ലാഹു തആല പറയാണ്, ചില കുട്ടികൾ തന്നെയാണ് സത്യം. മലക്കുകളെ കൊണ്ട് സത്യം ചെയ്യുന്നു അല്ലാഹു തആല, പണ്ഡിതന്മാരെ കൊണ്ട് സത്യം ചെയ്യുന്നു അല്ലാഹു തആല. അത് കഴിഞ്ഞിട്ട് കുട്ടികളെ കൊണ്ട് സത്യം ചെയ്യുന്നു. അത് ഞങ്ങൾക്ക് പറ്റൂല. അല്ലാഹു കുട്ടികളെ കൊണ്ട് സത്യം ചെയ്യുന്നു, ഞങ്ങൾക്ക് പറ്റൂല. ചില പെണ്ണുങ്ങന്മാർക്ക് ഒരു സൂക്കേടുണ്ട്, പുരുഷൻ കോടിയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ കൂടുതൽ പറയുന്നില്ല. എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോ അത് ഭർത്താവിനോടായിരിക്കും പറയാ, എന്നാലും അത് സത്യമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇതാ കുട്ടിന്റെ തലയിൽ കൈവച്ചിട്ട് പറയുന്നത്, കുട്ടിന്റെ തലയിൽ കൈവച്ചിട്ട് പറയുന്നത് എന്ന് കുട്ടിയാണ് സത്യം, കുട്ടിന്റെ മേൽ സത്യമായിട്ട് പറയുന്നത്. അങ്ങനെ ഒരു സത്യം ഇസ്ലാമിൽ ഇല്ല. കുട്ടികളെ മേൽ അങ്ങനെ സത്യം ഇടാൻ പാടില്ല. സത്യം അല്ലാഹുവിന്റെ മേൽ മാത്രം. അല്ലാഹുവാണ് സത്യം. അതും എപ്പോഴും ചെറിയ ചെറിയ വിഷയത്തിന് സത്യം ഇടാനുള്ളതല്ല. പിന്നെ അത് അല്ലാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ മാത്രമേ സത്യം ഇടാൻ പറ്റൂ. അല്ലാത്ത വിഷയങ്ങൾക്ക് സത്യം ചെയ്യാൻ പാടില്ല. സത്യം ചെയ്യുകയാണെങ്കിൽ തന്നെ അല്ലാഹുവേ ആണ് സത്യം മാത്രം. അതേ സമയത്ത് ഇത് അല്ലാഹുവാണ് സത്യം ചെയ്യുന്നത്. ആരെ കൊണ്ടാണ്? കുട്ടികളെ കൊണ്ട് അല്ലാഹ് സത്യം ചെയ്യാണ്. ഏത് കുട്ടികളാണ്? ഓ രക്ഷിതാക്കളെ, എനിക്കും മക്കളുണ്ട്, നിങ്ങൾക്കും മക്കളുണ്ട്. പക്ഷേ നമ്മുടെ ഒരു ആഗ്രഹം വേണം. പരിശുദ്ധ ഖുർആനിൽ ചില കുട്ടികളെ കൊണ്ട് അല്ലാഹു തആല സത്യം ചെയ്ത് പറയുന്നുണ്ടല്ലോ, ആ കുട്ടികളെ കൂട്ടത്തിൽ എന്റെ മക്കള് പെടണം, നിങ്ങളുടെ മക്കള് പെടണം. കുട്ടികളെന്ന് പറഞ്ഞാൽ പേരിന് മക്കളായിട്ട് കാര്യമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, ഇപ്പോൾ എന്തൊരു കാലമാണിത്. ബാപ്പ തന്നെ സ്വന്തം മകളെ കണ്ട് കാണുന്ന ഏതോ ഒരു അന്യമതസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്തിന്? മകൾ വാശി പിടിക്കുകയാണ്. എന്തിന് മകൾ വാശി പിടിക്കുന്നു? ഞാൻ ഇഷ്ടപ്പെടുന്ന ചെക്കനെ കൊണ്ട് എന്നെ കെട്ടിക്കണം, കല്യാണം കഴിപ്പിക്കണം. നോക്കുമ്പോൾ ആ ചെക്കൻ മുസ്ലിമല്ല. ബാപ്പ കുറെ പറഞ്ഞു നോക്കി, മകൾ പിന്മാറുന്നില്ല. അവസാനം മകളുടെ വാശി പ്രകാരം ബാപ്പ വഴങ്ങിക്കൊടുക്കുകയാണ്. ആ ബാപ്പ ഈ മകളെ അന്യമതസ്ഥരിൽപ്പെട്ട ഈ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. നിന്റെ മതസ്ഥരുടെ വിശ്വാസമനുസരിച്ച് എന്റെ മകളെ നീ കെട്ടിച്ചു കൊണ്ടുപോയിക്കോ. ബാപ്പ കയ്യിൽ പിടിച്ചു കൊണ്ടുപോയി ഏൽപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇത് വല്ലാത്തൊരു മോശത്തരമല്ലേ രക്ഷിതാക്കളെ? വല്ലാത്തൊരു താഴ്ന്ന പണിയല്ലേ? ഇതുപോലെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. എന്റെ വാല് കേൾക്കുന്ന പെൺകുട്ടികളെ, പുരുഷൻ കോടിയിൽ മാത്രമല്ല, ലൈവായി എന്റെ വാല് കേൾക്കുന്ന മുഴുവൻ എന്റെ സഹോദരിമാരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ഒരിക്കൽ പോലും ഒരു അന്യ ചെറുപ്പക്കാരന്റെ പ്രണയത്തിന്റെ ചതിക്കുഴിയിൽ നിങ്ങൾ പെട്ടുപോകാൻ പാടില്ല. അത് പലപ്പോഴും വാതിൽ പറയുന്നതാണ്. പക്ഷെ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ കാരണം, ദുബായിലുള്ള എന്റെ ഒരു സ്നേഹിതൻ എനിക്ക് വാട്സപ്പിലൂടെ അതാ ഒരു പത്രത്തിൽ വന്ന റിപ്പോർട്ട് അയച്ചു തരികയാണ്. ഞാൻ അതിങ്ങനെ വായിച്ചു നോക്കുമ്പോ നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വലിയ മുസീബത്തല്ലേ സഹോദരിമാരെ അത്?
ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ 7 വന്തോഷങ്ങളിൽ പെട്ടതാണ്, സബഉൽ മൂബിഖാത്തിൽ പെട്ടതാ. തൗബ ചെയ്തിട്ട് അല്ല സ്വീകരിച്ചെങ്കിലല്ലേ അല്ല പൊറുക്കുള്ളൂ. അല്ലാതെ ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ കൊണ്ട് അല്ലാതെ പൊറുക്കൂല. അതാണല്ലോ 7 വന്തോഷങ്ങൾ, മഹാപാപം. അതിൽപ്പെട്ട ഒന്നാണ് സ്വന്തം ശരീരത്തെയോ മറ്റുള്ളവന്റെ ശരീരത്തെയോ കൊന്നുകളയുക എന്നത്. അപ്പോ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയാണ്. എന്തിന് ആത്മഹത്യ ചെയ്യുന്നു എന്നറിയാമോ? ഇവൾ ഏതോ ഒരുത്തനെ സ്നേഹിച്ചു, അവന്റെ ചതിയിൽ പെട്ടുപോയതാണ്. ഓ കോളേജിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെ, ഇവിടെയും ഈ നാട്ടിൽ നിന്ന് കോളേജിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾ ഉണ്ടാകും. അത് ഭൗതിക കോളേജുകൾ മാത്രമല്ല, ദീനിയായ കോളേജിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളാണെങ്കിലോ 2 വിഭാഗത്തിൽപ്പെട്ട പെൺമക്കളോട് ഞാൻ പറയാണ്, ആ പഠിക്കാൻ പോകുന്ന സമയത്ത് പലരും നിങ്ങളെ വല വീശിയിട്ട് വശീകരിക്കാൻ നോക്കൂ. ആ വശീകരിച്ചിട്ട് അവരെ കൈക്കലാക്കാൻ നോക്കൂ. ഒരു ദുർബലമായ നിമിഷത്ത് ചിലപ്പോൾ നിങ്ങൾ അതിൽ പെട്ടുപോകും. നിങ്ങൾ നല്ല പെൺകുട്ടികൾ തന്നെയാണ്, പക്ഷേ ഒരു ദുർബലമായ നിമിഷത്തിൽ നിങ്ങൾ ആ ചെറുപ്പക്കാരുടെ ചതിയിൽ വല വീശിയപ്പോൾ അതിൽ നിങ്ങൾ പെട്ടുപോകും. അങ്ങനെ പെട്ടുപോയാൽ എന്താണ് സംഭവിക്കുക? പിന്നീട് നിങ്ങൾക്കൊരു മനം മാറ്റം വരും. ഞാൻ ഇങ്ങനെയാകാൻ പാടില്ല. ഞാൻ എന്റെ ഉമ്മയും ബാപ്പയും ആലോചിക്കുന്ന ഒരു പുതിയ ആപ്പിളിനെ കൊണ്ട് എന്റെ ബാപ്പ എന്നെ കെട്ടിച്ചയച്ച് ഭർത്താവിന്റെ വീട്ടിൽ ഒരു ഭാര്യ ഭർത്താവ് എന്ന നിലയ്ക്ക് സന്തോഷത്തോടെ ജീവിതം കഴിച്ചു കൂട്ടേണ്ടവളാണല്ലോ ഞാൻ എന്ന് നിങ്ങൾ പിന്നീട് ആലോചിച്ചിട്ട് നിങ്ങൾക്കൊരു മനം മാറ്റമുണ്ടാകും. അങ്ങനെ നിങ്ങൾ അതിൽ നിന്ന് മാറുന്നു. പിന്നീട് അവന്റെ കോള് നിങ്ങൾ എടുക്കുന്നില്ല, അവന്റെ മെസ്സേജ് നിങ്ങൾ കാണുന്നില്ല, അവനെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നു. എന്നാൽ പോലും അവന് നിങ്ങളെ വിടൂല. നിങ്ങളെ പേടിപ്പിക്കാൻ പറ്റിയ എല്ലാം അവന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഒന്നിച്ചിരുന്നിട്ട് ഇരുന്ന് എടുത്ത ഫോട്ടോ അവന്റെ കയ്യിലുണ്ട്. നിങ്ങൾ നിന്നുകൊണ്ടെടുത്ത ഫോട്ടോ അവന്റെ കയ്യിലുണ്ട്. നിങ്ങൾ കിടന്നിട്ടെടുത്ത ഫോട്ടോ അവന്റെ കയ്യിലുണ്ട്. നിങ്ങളെ പരസ്പരം ചുംബിക്കുന്ന ഫോട്ടോ അവന്റെ കയ്യിലുണ്ട്. ആ ഫോട്ടോ പിടിച്ചിട്ട് അവൻ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യും. അവൻ നിങ്ങളെ പേടിപ്പിക്കും. നിങ്ങൾ അവൻ പറയുന്നതനുസരിച്ച് വഴങ്ങിക്കൊടുത്തില്ലെങ്കിലോ അവൻ വീണ്ടും വീണ്ടും നിങ്ങളെ പേടിപ്പിച്ച് ഒന്നും കൂടി അവനിലേക്ക് ആകർഷിപ്പിക്കും. അവസാനം ഗതികെട്ടുപോകും. അതാണ് ഞാൻ പറയുന്നത്. എന്റെ വാലുകൾക്കുന്ന സഹോദരിമാർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, അവസാനം നിങ്ങൾ ഗതികെട്ടുപോകും. ഗതികെട്ട് പോയിട്ട് നിങ്ങൾക്ക് അവന്റെ കൂടെ പോകാൻ തോന്നുന്നില്ല. പക്ഷേ നിങ്ങളെ കൽബിൽ ഒരു പേടിയിരുന്നു. എന്താണ് പേടി? നിങ്ങൾ നാട്ടിലാകെ വഷളായി പോകും. എന്തേ കാരണം? നിങ്ങളെ വഷളാക്കാൻ പറ്റിയ എല്ലാം അവന്റെ മൊബൈലിലുണ്ട്. അവന്റെ കയ്യിൽ ഫോട്ടോ ഉണ്ട്, വീഡിയോ ഉണ്ട്. അവസാനം നിങ്ങൾ എന്ത് ചെയ്യും? വേറെ ഒരു വഴിയുമില്ല. നിങ്ങളതാ പോയി ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെയാണ് ഇപ്പൊ ഈ അടുത്തൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇങ്ങനെ വായിച്ചപ്പോ വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരു നല്ല പെൺകുട്ടിയാണ് ആത്മഹത്യ ചെയ്യാണ്. ഇത് ഞാൻ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി എന്റെ വാദ കേൾക്കുന്ന സഹോദരിമാരെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒരു ദുർബല നിമിഷത്തില് പോലും ഒരു അന്യ ചെറുപ്പക്കാരന്റെ ചതിയിലും പെട്ടുപോകരുത് പെങ്ങന്മാരെ. ഇത് പറയലോടുകൂടി ഇനി ഞാൻ ഒന്നും കൂടി പറയട്ടെ. രക്ഷിതാക്കൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ എന്റെ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. കുട്ടികൾ ഒരു മിഠായി ചോദിക്കും. കുട്ടികൾക്ക് ഏറ്റവും താല്പര്യമുള്ള സംഗതിയാണ് മിഠായി. അതുകൊണ്ടാണ് മക്കളോട് പോയി ചോദിച്ചു നോക്കുങ്ങള്, എന്താ വേണ്ടത് മോനെ ചോദിച്ചു നോക്ക്, എന്താ വേണ്ടെന്ന് ചോദിച്ചു നോക്ക്. എന്താ വേണ്ട മോനെ, എന്താ വേണ്ടേ? ആ കണ്ട, ഓൻ പറഞ്ഞു മറുപടി. എന്താ വേണ്ടത് ചോദിച്ചപ്പോ ഓൻ പറഞ്ഞു, ഓൻ ഇപ്പോ എന്റെ വാലിന് സപ്പോർട്ടാക്കാൻ പറഞ്ഞതാ, ഓൻക്കിപ്പോ ചോക്ലേറ്റ് ഒന്നും ആവശ്യമില്ല.
എന്നാലും ആ മറുപടി പറഞ്ഞാലേ എനിക്കിപ്പോ ബാക്കി പറയാൻ പറ്റുള്ളൂ എന്ന് ഓൻക്കും അറിയാം. ഓൻ പുരുഷൻ കോടിത്താളല്ലേ, സ്ത്രീയം കോടിയല്ല, പുരുഷൻ കോടിയാ. അപ്പൊ ഓനക്കതറിയാ, ആ മറുപടി കിട്ടിയാലേ ബാക്കി അങ്ങോട്ട് വേദന പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ചോക്ലേറ്റ് വേണമെന്ന് പറയാ, മിഠായി വേണം, ചോക്ലേറ്റ് വേണം, വേറെ ഒന്നും വേണ്ട കുട്ടികൾക്ക്. ഒരേ ചോക്ലേറ്റ് ആവർത്തിച്ച് ചോദിച്ചാൽ മാതാപിതാക്കളോട് ഞാൻ പറയാണ്, മക്കൾ ഒരേ ചോക്ലേറ്റ് ആവർത്തിച്ച് ചോദിച്ചാൽ ആ ചോക്ലേറ്റിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. അത് ഈ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുമോ പറ്റൂലേ? എന്താ കാരണം എന്നറിയോ? ഇന്ന് ഒട്ടുമിക്ക മിഠായികളിലും ചോക്ലേറ്റുകളിലും കുട്ടികളെ വീണ്ടും വീണ്ടും തീറ്റിക്കാൻ ഉതകുന്ന, ആകർഷിപ്പിക്കുന്ന പലതും പല മിഠായികളിലുണ്ട്. എന്തിനേറെ പറയണം, കള്ളിന്റെ അംശം അടക്കം. കള്ളിന്റെ അംശം അടക്കം അത് പാക്കറ്റിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നു. ലിക്വർ പാക്കറ്റിൽ തന്നെ, മിഠായിന്റെ പാക്കറ്റിൽ തന്നെ മെല്ലെ ഒന്ന് ആ പാക്കറ്റിലേക്ക് ഒന്ന് നോക്കിയാൽ ഇൻഗ്രീഡിയൻസ്, അതിൽ ചേർത്തിയിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ് എന്ന് നോക്കിയാൽ അതിൽ കാണും. ആ കാണുന്ന കൂട്ടത്തിലുണ്ട് സ്പിരിറ്റിന്റെ അംശങ്ങളുണ്ട്, രണ്ടാമതായി കള്ളിന്റെ അംശങ്ങളുണ്ട് എത്രയോ മിഠായികളിൽ. അതുകൊണ്ട് പെട്ടെന്നൊരു മിഠായി കുട്ടികൾ ചോദിക്കുമ്പോഴേക്ക് അവർ അതിലേക്ക് ആകർഷിപ്പിക്കുന്ന വിധത്തിലുള്ള മിഠായികൾ നമ്മൾ വാങ്ങിക്കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികൾക്ക് വീണ്ടും വീണ്ടും മിഠായി തീറ്റിക്കാൻ ആവശ്യമായ ലഹരി വസ്തുക്കൾ ആ മിഠായികളിൽ ഇന്ന് ലഭ്യമാണ്. മിഠായി മക്കൾക്ക് കൊടുക്കുമ്പോൾ രക്ഷിതാക്കൾ നന്നായി ശ്രദ്ധിക്കണം. കേവലം മക്കൾ ഉണ്ടായാ പോരല്ലോ, അതേ ഫത്താലിയാതി ദിക്റാ, ഖുർആനിൽ അല്ലാഹു തആല സത്യം ചെയ്ത് പറഞ്ഞ ചില മക്കളുണ്ട്. ആ മക്കളാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. ആ മക്കളുടെ പ്രത്യേകത എന്താണ്? അവർ ഖുർആൻ ഓതുന്ന മക്കളാണ്. ഖുർആൻ ഓതുന്ന മക്കളാണ് എനിക്ക് വേണ്ടത്. ഖുർആൻ ഓതുന്ന മക്കളാണ് നിങ്ങൾക്ക് വേണ്ടത്. ബാക്കിയുള്ളതെല്ലാം പിന്നെയാണ്. ഇവിടെ സമന്വയ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയില്ല. അത് ധർമ്മനഗർ ഉറൂസിന്റെ വേദിയിൽ ഇൻഷാ അല്ലാഹ് എനിക്ക് അവിടുത്തെ കമ്മിറ്റിക്കാർ തന്ന വിഷയം അതാണ്. ഞാൻ അവിടെ സംസാരിച്ചോളാം. ഇവിടെ എന്റെ വിഷയം വേറെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, കുട്ടികൾക്കുള്ള നേരായ വഴി എന്റെ മക്കൾ എങ്ങനെ വേണം. എന്റെ മക്കൾ ഖുർആൻ നന്നായി ഓതാൻ അറിയുന്ന മക്കളാകണം. ഓ ബാപ്പാ, മക്കളെ കൊണ്ട് അഭിമാനം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണ്? എന്റെ മോൻക്ക് എല്ലാം തിരിയാം. എന്ത് തിരിയുന്നാ പറയുന്നേ? ഖുർആന് ശരിക്കും ഓതാന് തിരിയുന്നുണ്ടോന്ന് നോക്കണ്ടേ? ഖുർആന് നന്നായിട്ട് ഓതാൻ തിരിയുന്നു, വേറെ ഒന്നും തിരിഞ്ഞില്ലെങ്കിലും സാരമില്ല. ഭൗതികമായി ഒന്നും അറിയില്ല, പക്ഷേ 30 ജുസും ഫാത്തിഹ സൂറത്ത് മുതൽ ഇങ്ങേ തലം ഖുൽ ഹുവല്ലാഹു അഹദ് വരെ തെറ്റില്ലാതെ തജ്വീദിന്റെ നിയമപ്രകാരം ഖുർആൻ ഓതാൻ എന്റെ മകന് സാധിക്കുന്നു, എന്റെ മകൾക്ക് സാധിക്കുന്നു എങ്കിൽ അതിനേക്കാൾ ഒന്നും വലുതായിട്ട് വേറെയില്ല. ഏറ്റവും വലിയ ബറക്കത്തുള്ള ശബ്ദമാണ് ഖുർആൻ ഓതുന്ന ശബ്ദം. അതുകൊണ്ടല്ലേ ഹദീസിൽ കാണാം, ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഈ ദുനിയാവിൽ 3 ശബ്ദങ്ങളുണ്ട്, 3 സൗണ്ടുകളുണ്ട്. ആ സൗണ്ട് കേട്ടിട്ട് മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന 3 ഒച്ചകളുണ്ട്. ഏതാണ് ആ 3 സൗണ്ട്? ഓ ചെറുപ്പക്കാരാ, കല്യാണ വീട്ടിൽ നടത്തുന്ന പേക്കൂത്തിന്റെ ഒച്ചയല്ല, ശബ്ദമല്ല. ഉളുപ്പില്ലാതെ ചില സ്ത്രീകൾ മംഗളത്തിന്റെ പുറയില് കല്യാണ വീട്ടില് ഒച്ച വെക്കുന്ന ചില ഒച്ചയില്ലേ, ആ ഒച്ചയല്ല. ഓ ചെറുപ്പക്കാരാ, ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നീ ഒച്ച വെക്കുന്ന ഒച്ചയല്ല, ബഹളമല്ല, ശബ്ദമല്ല.
ഹദീസിൽ കാണാം 3 ശബ്ദങ്ങളുണ്ട്. ആ ശബ്ദങ്ങളുടെ പ്രത്യേകത എന്താണ്? യുബാഹില്ലാഹു ബിഹിന്നൽ മലായിക. ആ ശബ്ദം കേൾക്കുമ്പോ അല്ലാഹു തആല മലക്കുകളോട് അതിന്റെ മാഹാത്മ്യം പറയുന്നു, പവർ പറയുന്നു. ഏതാണ് ആ 3 ശബ്ദം? ഒന്നാമത്തെ ശബ്ദം അൽ അദാൻ, ബാങ്കിന്റെ ശബ്ദമാണ്. ബാങ്കിന്റെ ശബ്ദം കേൾക്കുമ്പോ അല്ല പോലും അഭിമാനം കൊള്ളുകയാണ്. പക്ഷേ നേരായ വഴിയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞ് നടക്കുന്ന ചെറുപ്പക്കാരില്ലേ, അവന് ബാങ്ക് ഒരു പ്രശ്നമേ അല്ല. ബാങ്ക് വിളി കേട്ടാലും പള്ളി പരിസരത്തുണ്ടെങ്കിലും പള്ളിയിൽ കയറി നിസ്കരിക്കാൻ അവനെ കിട്ടുന്നില്ല. എടാ മോനെ, ഹബീബായ തങ്ങൾ എന്താ പറഞ്ഞെന്നറിയോ? 3 ശബ്ദങ്ങളെ കൊണ്ട് അല്ല പോലും അഭിമാനം കൊള്ളൂന്നാണ്. അതിൽ ഒന്നാമത്തത് ബാങ്കിന്റെ ഒച്ചയാണ്. കൊടുത്തിട്ടുണ്ടോ? ബാങ്ക് കൊടുത്തിട്ടുണ്ടോ? പള്ളിയിലെ മൈക്കിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ടോ? എത്ര ചെറുപ്പക്കാരാ പള്ളിയിലെ മൈക്കിലൂടെ ബാങ്ക് കൊടുത്തേക്കണമെന്ന് അറിയാമല്ലോ. മദ്രസയിൽ പഠിക്കണ കാലത്ത് കൊടുത്തിട്ടുണ്ടാവും. മദ്രസയിൽ പഠിക്കണ കാലത്ത് അന്ന് കൊടുക്കും, അന്ന് ഉസ്താദുമാർ കൊടുപ്പിക്കും. എന്തേ? ഓർക്കിപ്പോ ഒരു നേരത്തെ ബാങ്ക് കൊടുക്കാൻ കഴിയാഞ്ഞിട്ടൊന്നുമല്ല, എല്ലാ നേരം ബാങ്ക് കൊടുക്കണല്ലേ. പിന്നെന്തേ? അത് കുട്ടികൾ ബാങ്ക് കൊടുത്തിട്ട് പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ചിലപ്പോ രാത്രി ഏതെങ്കിലും ഒരു സമയം അവരെ കൊണ്ട് ബാങ്ക് കൊടുപ്പിക്കും. എന്താ കാരണം എന്നറിയോ? ബാങ്കിന്റെ ശബ്ദമാണ്. അല്ലാഹു തആല മലക്കുകളോട് പോലും അതിന്റെ മഹത്വം ഇങ്ങനെ പറയും. അതാണ് ബാങ്കിന്റെ ശബ്ദം. ഒന്ന് ബാങ്കിന്റെ ശബ്ദമാണ്. രണ്ടാമത്തത് ഹബീബായ തങ്ങൾ പറയാണ്, വത്തക്ബീറു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിലായിക്കൊണ്ട് തക്ബീർ ചൊല്ലൽ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. നല്ല നല്ല വിഷയങ്ങളിൽ പോകുമ്പോ തക്ബീർ ചൊല്ലാറില്ലേ? ആ തക്ബീരിന്റെ ശബ്ദം അതേ അല്ലാഹു തആലക്ക് വലിയ ഇഷ്ടമാണ്. ഇനി മൂന്നാമത്തെ ശബ്ദം ഏതാണ്? വറഫ്ഉ സൗതി ബിത്തൽബിയ, തൽബിയത്ത് ചൊല്ലുമ്പോ അതേ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ആ തൽബിയത്തിന്റെ ശബ്ദം ഇങ്ങനെ ഉയർത്തുമ്പോ അത് അല്ലാഹു തആലക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സ്വഫായി നിൽക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ? ആ ആളുകളെ മേൽ അല്ല സത്യം ചെയ്ത് പറയാണ് എന്ന് പറഞ്ഞില്ലേ? അവിടെ തന്നെ ഫസ്സാജിറാത്തി സജ്റാ. രണ്ടാമതായിട്ട് ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, അതേ നമ്മുടെ കൽബിൽ മാറ്റം വരുത്തുന്ന ചില പിശാചുക്കളുണ്ട്. ആ പിശാചുക്കളെ മാറ്റി തടഞ്ഞു വെക്കുന്ന മലക്കുകളും ഉണ്ട്. ഏറ്റവും കൂടുതൽ പിശാചുക്കൾ നമ്മെ വശീകരിക്കുന്നത് എപ്പോഴാണ്? നമ്മെ തെറ്റിക്കുന്നത് എപ്പോഴാണ്? നിസ്കരിക്കാൻ വേണ്ടി വന്നു നിൽക്കുമ്പോ സ്വഫിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന സമയത്ത് ചില പിശാചുക്കൾ ഡ്യൂട്ടി നിർവഹിക്കുന്നു. എന്താണ് ഡ്യൂട്ടി? ഈ ചങ്ങായിന്റെ നിസ്കാരം എങ്ങനെയെങ്കിലും കൊളാക്കണം. ഈ ചങ്ങാതിന്റെ നിസ്കാരം എങ്ങനെയെങ്കിലും കൊളാക്കണം. ഓ ഇപ്പം വലിയ നിസ്കാരക്കാരനല്ലേ? അത് ഇബ്ലീസിന്റെ പണിയാണ്. ആളുകൾ നന്നാകാൻ നോക്കുമ്പോ, ആളുകൾ നേരായ വഴിയിൽ സഞ്ചരിക്കാൻ നോക്കുമ്പോ ഇബ്ലീസ് അതെങ്ങനെയെങ്കിലും കൊളാക്കാൻ വേണ്ടി നോക്കൂ. ഇപ്പൊ മനുഷ്യന്റെ കോലത്തിലുണ്ടാവും കുറച്ച് ഇബ്ലീസുമാര്. എങ്ങനെ? ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പള്ളിക്ക് നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ വരിക, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് ഓടി വരികയാണ്. അപ്പൊ മറ്റുള്ള ചില ചെറുപ്പക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ നാട്ടിലൊക്കെ നല്ല ചെറുപ്പക്കാരാ, അൽഹംദുലില്ലാ. ഒരു ഭാഗത്ത് മൊത്തം യുവാക്കൾ തന്നെ ഇരുന്ന്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളെന്താ ആമീൻ പറയട്ടെ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതേ സമയത്ത് ചില ചെറുപ്പക്കാർക്ക് അതിനുണ്ടല്ലോ, അവർക്ക് പള്ളിയിലേക്ക് പോകുന്ന യുവാക്കളെ കണ്ടുകൂടാ. അപ്പൊ അവരെന്താ ചെയ്യുന്നറിയോ? ഓൻ വലിയൊരു പള്ളി, ഓന്റെ ഒരു നിസ്കാരോ, അതാ കണ്ട ഓ ഇങ്ങനെ പള്ളിയിലേക്ക് വരുന്ന കാണുമ്പോ ചില ചെറുപ്പക്കാർ അങ്ങനെ പറയാണ്. ഓനെ കണ്ടിട്ട് ഓന്റെ ഒരു പള്ളി, ഓന്റെ ഒരു നിസ്കാരം. എന്നിട്ട് ഒരുത്തം മാത്രമാണ് തൊപ്പി വെച്ചിട്ട് നിൽക്കണത് സങ്കല്പിക്കാൻ.
ഒരു 10-12 ചെറുപ്പക്കാർ ഒന്നിച്ച് കൂടെ നിൽക്കുകയാണ്. ഒരുത്തന്റെ തലയിൽ മാത്രമേ തൊപ്പിയുള്ളൂ. എന്നാ ഇവരെല്ലാം മോനെ വിളിക്കണ ഒരു പേരുണ്ട്. എന്താ? തൊപ്പി തന്നെ, വേറെന്താ? ഈ 12 ആള് നിൽക്കുന്ന സ്ഥലത്ത് ഒരുത്തന്റെ തലയിൽ മാത്രമേ തൊപ്പിയുള്ളൂ എന്ന് സങ്കല്പിക്കുക. ഇവരെല്ലാരും ചേർന്നിട്ട് ഓനെ വിളിക്കുകയാണ്. എന്താ? തൊപ്പി ഇഞ്ഞവാ. എന്നെ പോലത്തെ അവരെ വിളിക്കുകയാണെങ്കിൽ മുണ്ടാസി ഇഞ്ഞവാ എന്ന് പറയും. ഇത് തൊപ്പി തൊപ്പി ഇഞ്ഞവാ ഓടല്ലോ, തൊപ്പി ഓടല്ലോ ചോദിക്കണം. തൊപ്പി എവിടെ? ഞാൻ പറഞ്ഞത് അല്ല ചെറുപ്പക്കാരാ, ആ തൊപ്പി നിന്റെ തലയിൽ വെച്ചാലും നീയും തൊപ്പി തന്നെ ആവൂലേ? അതേ സമയത്ത് നീ വെക്കാത്തത് കൊണ്ടാണല്ലോ, ആ തൊപ്പി ഇസ്ലാം പറഞ്ഞതാണല്ലോ തലയിൽ തൊപ്പി വെക്കാൻ. അതേ സമയത്ത് അവനങ്ങ് വെച്ചപ്പോഴേക്ക് അവന് പിന്നെ അങ്ങനെ വിളിക്കാം, തൊപ്പി ഇഞ്ഞവാ, തൊപ്പി ഉള്ളോ, തൊപ്പി എവിടെ പോയി? അതാ എന്താ കാരണം? ഓന്റെ തൊപ്പി ഇല്ലാതാക്കി കളയാണ്. പാടില്ല. അത് ശൈത്താന്റെ പണിയാണ്, ഇബ്ലീസിന്റെ പണിയാണ്. നല്ലതിൽ നിന്ന് ജനങ്ങളെ മാറ്റി നിർത്താൻ നോക്കല് ഇബ്ലീസിന്റെ പണിയാണ്. ഇതുപോലെയല്ലേ നിസ്കാരത്തിലങ്ങ് അണിനിരക്കുമ്പോ അതാ ഇബ്ലീസ് വന്നിട്ട് നിസ്കാരം കൊളാക്കാൻ നോക്കും. ഇബ്ലീസിന് ആവശ്യമുള്ളത് അതാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, നീ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പ് പിശാചിയിൽ നിന്ന് അള്ളാനോട് നീ ഒന്ന് കാവൽ ചോദിക്കാൻ മറക്കരുത്. പറ്റുന്നുണ്ടോ? അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ആട്ടി ഓടിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. അപ്പ പിശാച് എവിടെ നിന്ന് മാറിപ്പോകും? അള്ളാനോട് പിശാചിൽ നിന്ന് കാവൽ ചോദിക്കുമ്പോ ആ പിശാച് എവിടെ നിന്ന് മാറിപ്പോകും? ആ പിശാചിൽ നിന്ന് അള്ളാനോട് കാവൽ ചോദിക്കുന്നു. അങ്ങനെയാണ് ചില പണ്ഡിതന്മാര് പറഞ്ഞത്, റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാതീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. നിസ്കാരത്തിന് നിയ്യത്ത് വെക്കുന്നതിന് മുമ്പ് നിസ്കരിക്കുന്ന സ്ഥലത്ത് പോയി നിന്നാൽ ബാങ്കും ഇഖാമത്തും കൊടുത്ത ഉടനെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോ നിയ്യത്ത് വെക്കുന്നതിന് മുമ്പായി ഇത് നിങ്ങൾ പറയാൻ മറന്നു പോകരുത്. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാതീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. റബ്ബേ, ഞാനിതാ നിസ്കരിക്കാൻ നിൽക്കുകയാണ്. എന്റെ മനസ്സിൽ തെറ്റായ ചിന്ത ഉദിപ്പിക്കാൻ ശ്രമിക്കുന്ന പിശാചുക്കളില്ലയോ? ആ പിശാചുക്കൾ എന്റെ അരികിൽ വരുന്നതിന് ഞാനിതാ നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാ. അങ്ങനെ കാവൽ ചോദിക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഖുർആൻ ഓതുന്ന മക്കൾ വേണമെന്ന് പറഞ്ഞില്ലേ? ബാങ്കിന്റെ വിഷയം ഞാൻ പറഞ്ഞില്ലേ? അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലുന്ന വിഷയം പറഞ്ഞില്ലേ? ഇതുപോലെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് തൽബിയത്ത് എന്ന വിഷയം പറഞ്ഞില്ലേ? എന്നാൽ കേൾക്കണോ നിങ്ങൾക്ക്? അല്ലാഹു തആല അടിമകളിൽ നിന്നുള്ള ശിക്ഷയെ ഇല്ലാതെയാക്കി കളയുകയാണ്. എപ്പോ? ഈ 4 കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഉള്ള കാലത്തോളം അല്ലാഹുവിന്റെ പൂർണ്ണമായ അദാബ് അല്ലാഹ് ഈ ഭൂമിയിലേക്ക് ഇറക്കൂല. ഞാൻ പറയാൻ പോകുന്ന 4 കാര്യങ്ങൾ, ആ 4 കാര്യം നമ്മുടെ നാടുകളിൽ നിലനിൽക്കണം. ഇല്ലെങ്കിൽ നാട് തൂഫാനായി മാറും. 4 കാര്യങ്ങൾ നമ്മുടെ നാടുകളിൽ ഉണ്ടോ എങ്കിൽ അല്ലാഹുവിന്റെ യഥാർത്ഥ ശിക്ഷ അല്ലാഹ് നമ്മുടെ നാട്ടിൽ ഇറക്കൂല. അതില്ലേ, നാട്ടിൽ രോഗങ്ങൾ വ്യാപിക്കും, മരണങ്ങൾ വ്യാപിക്കും, അപകടങ്ങൾ വ്യാപിക്കും, ഫിത്നകൾ വ്യാപിക്കും. ഏതാണ് ആ 4 കാര്യം? ഒന്നാമതായി പറയാണ് അദാനുൽ മുഅദ്ദിനീന, ബാങ്ക് വിളിക്കുന്നവരുടെ ബാങ്ക് വിളി നമ്മുടെ നാടുകളിലെ കാലത്തും നിലനിൽക്കണേ.
രണ്ടാമതായി പറയാണ് തക്ബീറുൽ മുജാഹിദീൻ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ അവരിങ്ങനെ ആവേശത്തോടെ തക്ബീർ ചൊല്ലും. ആ തക്ബീർ ഇവിടെ നിലനിൽക്കണം, ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങും. മൂന്നാമതായിട്ട് മഹാന്മാര് പറയാണ് തൽബിയത്തുൽ മുലബ്ബീന. ഹാജിമാര് ഹജ്ജിന് പോയിട്ട് തൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഉംറക്ക് പോകുന്നവർ തൽബിയത്ത് ചൊല്ലണം. ആ തൽബിയത്ത് ചൊല്ലാത്ത കാലത്തോളം ഇവിടെ അദാബ് ഇറങ്ങിപ്പോകും കേട്ടോ. നാലാമതായിട്ട് പണ്ഡിതന്മാര് പറയാണ് സൗത്തു സിബിയാനി ഫിൽ കിതാബ്. നമ്മുടെ ചെറിയ മക്കള്, അതാത് നാടുകളിൽ ചെറിയ മക്കള് ഖുർആൻ ഓതുന്ന മക്കളുടെ സൗണ്ട്, ആ സൗണ്ട് എന്ന് അവസാനിക്കുമോ അന്ന് അല്ലാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള ശിക്ഷ ഭൂമിയിൽ ഇറങ്ങി വരും, സംശയമില്ല. അതിനാ പറഞ്ഞത് ഖുർആൻ ഓതുന്ന മക്കൾ നമ്മുടെ നാടുകളിൽ വേണം. നമ്മുടെ മദ്രസകൾ ഉള്ളത് അതിനാണ്. പരിശുദ്ധ ഖുർആൻ ഓതുന്ന മക്കളെ വളർത്തിയെടുക്കാനാണ്. എത്ര പഠിച്ചാലും ആ പഠനം തീരൂല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത് ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞ് സത്യം ചെയ്തിട്ട് അല്ലാഹു തആല ഒരു നേരായ വഴി എന്റെയും നിങ്ങളുടെയും മുന്നിൽ കാണിച്ചു തരികയാണ്. ഇന്ന ഇലാഹക്കും ലവാഹിദ്. ഓ ജനങ്ങളെ, നിങ്ങൾ ആരാധിക്കേണ്ടുന്ന റബ്ബ്, നിങ്ങൾ ആരാധിക്കുന്ന റബ്ബ്, ആ റബ്ബ് ഏകനാണ് കേട്ടോ, ഒരുവനാണ് കേട്ടോ. ആ റബ്ബിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്. ആ റബ്ബല്ലേ ഈ ദുനിയാവിന് സൗന്ദര്യം നൽകിയവൻ. ആ റബ്ബല്ലേ ആകാശത്തിന് സൗന്ദര്യം നൽകിയവൻ. ഇന്നാ സയ്യന്ന സമാഅ ദുനിയാ ബിസീനത്തിനിൽ കവാകിബ്. നിങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആകാശത്തേക്ക് നിങ്ങളൊന്ന് നോക്കൂ. നിങ്ങളിലേക്ക് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആകാശം, ആ ആകാശത്തേക്ക് നിങ്ങളൊന്ന് നോക്കൂ. ആ ആകാശത്തിന് ഞാനല്ലേ ഭംഗി നൽകിയത്, സൗന്ദര്യം നൽകിയത്. ഖുർആൻ പറയാണ് എങ്ങനെയാണ് സൗന്ദര്യം നൽകിയത്? ബിസീനത്തിനിൽ കവാകിബ്. നല്ല ഭംഗിയുള്ള നക്ഷത്രങ്ങളില്ലേ, ആ നക്ഷത്രങ്ങൾ വെച്ചു കൊടുത്തിട്ട് ആ ആകാശത്തിന് സൗന്ദര്യം നൽകിയവൻ ഞാനാണല്ലോ ജനങ്ങളെ. ആ റബ്ബാണ് ഞാൻ. എന്നിട്ട് അല്ലാഹു തആല സൂര്യനെ കാണിക്കുന്നു, ആകാശത്തെ കാണിക്കുന്നു, ഭൂമിയെ കാണിക്കുന്നു, നക്ഷത്രങ്ങളെ കാണിക്കുന്നു. ഇതെല്ലാം കാണിച്ചിട്ട് അല്ലാഹ് പറയാണ് നബിയെ ഫസ്തഫ്തിഹിം. ഇനി ജനങ്ങളോട് ചോദിക്കൂ നബിയേ, അഹും അശദ്ദു ഖൽഖൻ അമ്മൻ ഖലഖനാ. അവരുടെ ആ സൃഷ്ടിപ്പാണോ ഏറ്റവും ഉഷാറുള്ളത്, അല്ല ഈ കാണുന്നതിന്റെ സൃഷ്ടിപ്പാണോ? അവർ വലിയവരായി നടക്കുകയാണല്ലോ. മനുഷ്യൻ വളരെ ദുർബലനാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഇന്നാ ഖലഖനാഹും മിൻ തീനിൻ ലാസിബ്. ഒരു ഉറച്ച മണ്ണിൽ നിന്നല്ലേ ആ മനുഷ്യരെ ഞാൻ പടച്ചിട്ടുള്ളത്. അതിനേക്കാൾ എത്രയോ പവറുള്ള വസ്തുക്കളെ ഞാൻ ഇവിടെ പടച്ചിട്ടില്ലേ? എന്നിട്ട് എന്തേ ആ മനുഷ്യൻ ഇങ്ങനെ അഹങ്കരിച്ച് നടക്കുന്നത്? ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം പറയുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാഠം ഉൾക്കൊള്ളുകയാണ്. ബൽ അജിബ്ത വയസ്ഖറൂൻ. ഓ നബിയേ, തങ്ങൾക്ക് ഞാനിത് പറയുമ്പോൾ വലിയ അത്ഭുതം തോന്നുകയാണ്. പക്ഷേ വയസ്ഖറൂൻ, എന്നെ ധിക്കരിച്ച് നടക്കുന്ന ആളുകൾ, അവരോട് ഞാൻ ഈ അത്ഭുതം പറയുമ്പോ അവരതൊരു പരിഹാസ്യത്തോടെ കാണുകയാണല്ലോ നബിയേ. വഇദാ ദുക്കിറൂ ലാ യദ്കുറൂൻ. അവരോട് അതിനെ കുറിച്ച് വഅദ് പറഞ്ഞു കൊടുത്താൽ അവരത് കേൾക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല. വഇദാ റഔ ആയതൻ യസ്തസ്ഖിറൂൻ. ഒരു ദൃഷ്ടാന്തമെങ്കിലും അവർ കണ്ടാൽ അവരതിനെ പരിഹാസ്യരായി കാണും.
കാണുന്നു. പരിഹാസ്യമായി കാണുകയാണ്. ഒരു വിഷയങ്ങൾ പറഞ്ഞു കൊടുത്തുമ്പോ പരിഹസിക്കുകയാണ്. പരിഹാസം എന്നത് വളരെ എളുപ്പമാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. പരിഹാസം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം. ഒരു ചെറിയ ഉദാഹരണം പറയാം, നമുക്ക് വേഗം മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ഉദാഹരണം പറയാം. സുബ്ഹാനല്ലാഹ്, ഒരു മൊയ്ലിയാർ കള്ളു കുടിച്ചു എന്ന് കരുതാം. അള്ളാഹു കാക്കട്ടെ. നിങ്ങളെന്താ അമ്മയും പറയാത്ത? ഒരു മൊയ്ലിയാർ കള്ളു കുടിച്ചു, നാട്ടുകാരൊക്കെ പിടിച്ചു. ഒരു ഉസ്താദ് കള്ളു കുടിച്ചു എന്ന് കരുതാ, സങ്കല്പിക്കുക. അങ്ങനെ ഉസ്താദ് ഒന്നും കള്ളു കുടിക്കൂലല്ലോ. തലകെട്ട് കെട്ടി ഏതെങ്കിലും ഒരാൾ കള്ളു കുടിച്ചാൽ ഉസ്താദ് കള്ളു കുടിച്ചു എന്നല്ല പറയാ. അത് ലെവലില്ലാത്ത ഒരാൾ കള്ളു കുടിച്ചു എന്ന് അതിൽ ഉസ്താദാവൂലല്ലോ. തലകെട്ടി കെട്ടിയോണ്ട് ഉസ്താദാവോ? അല്ല, ഉസ്താദാവൂല. അപ്പൊ സങ്കല്പിക്ക കള്ളു കുടിച്ചു. എന്നാ കള്ളു കുടിച്ചു എന്ന് സങ്കല്പിച്ചാൽ നാട്ടുകാരൊക്കെ ഭയങ്കര വിഷയാക്കും അല്ലേ? അതേസമയത്ത് എത്ര മനുഷ്യന്മാരെവിടെ കള്ളുടിച്ച് നടക്കണേ? അത് ആർക്കൊരു വിഷയമല്ല. എത്ര ആളുകളാ കള്ളുടിച്ച് നടക്കണേ? ഈ കഴിഞ്ഞ ഡിസംബർ 31 അവസാനിച്ച് 12 മണിയാകുമ്പോ ജനുവരി 2024 ജനുവരിയുടെ തുടക്കം എത്ര ആളുകളാ മദ്യപിച്ച് നടന്നറിയോ? ആർക്കൊരു വിഷയമല്ല. അതേ സമയത്ത് മൊയ്ലാര് കള്ളുടിച്ചാലോ? മൊയ്ലാര് കള്ളുടിക്കാൻ പാടില്ലായിരുന്നു. അയാൾ മൊയ്ലാരായിട്ട് കണ്ടാ. പടച്ചറമ്പേ, മൊയ്ലാരെങ്കാലം ഒരു ബീച്ചിന്റെ അടുത്ത് പോയി നിന്നാൽ നിങ്ങൾ ഉസ്താദായിട്ട് ഇവിടെ വന്നിനെ മാന്ന്. മൊയ്ലാർ ഒരു ഷോപ്പിംഗ് മോളിൽ കയറിയാൽ അയാൾ എന്തോ ഒരു ഷൂ വാങ്ങാൻ പോയതാ. എല്ലാരും ഇങ്ങനെ നോക്കി വെക്കുകയാണ്. ബാക്കിയുള്ള ആളുകൾ എത്ര ആളുകളാ ഷോപ്പിംഗ് മോളിലേക്ക് പോണേ? ആരും തിരിഞ്ഞു നോക്കണ പോലില്ല. പോ അതേസമയത്ത് ഒരു ഉസ്താദ് ഒരു ഷോപ്പിംഗ് മോളിലേക്ക് കയറിട്ട് ഉസ്താദ് എന്തിനാ ഇവിടെ വന്നേ? ഓന്റെ വിചാരം ഉസ്താദ് പറഞ്ഞാൽ മെഹ്റാബിൽ മാത്രം ഇരിക്കേണ്ടതാണെന്നാണ്. ഉസ്താദ് എന്ന് പറഞ്ഞ മെഹ്റാബ് ഉദാഹരണം പറയാൻ, പരിഹസിക്കണ ഒരു കോലം പറയാൻ. ഇങ്ങനെ പരിഹാസം എന്നത് നമ്മൾ മുസ്ലിമുകൾക്കിടയിലുള്ള ഒരു പരിഹാസം. പിന്നെ മൊയ്ലാരെ ഭാര്യയാണെങ്കിലോ? മൊയ്ലാരെ ഭാര്യയാണെങ്കിൽ പടച്ച റബ്ബേ, മൊയ്ലാരിന്റെ ഭാര്യ മീത്ത് പാതി കൈയിട്ടിട്ട് പോട്ട് നോക്കാം. ഉസ്താദിന്റെ പെഞ്ഞി വന്നിട്ട് കോല നോക്കടി ഐഷ. അതാ സ്ത്രീകൾ അങ്ങനെ പറയാ. പിന്നെ അവരിങ്ങനെ ഉസ്താദിന്റെ പെഞ്ഞെന്നല്ല, ആരും അങ്ങനെ വരാൻ പാടില്ല. ഉസ്താദിന്റെ പെഞ്ഞെ മാത്രമല്ല, പക്ഷെ ഉസ്താദിന്റെ പെഞ്ഞെ അങ്ങനെ വന്നാ ബേം പറയും. എന്തേ കാരണോ? ഉസ്താദിന്റെ പെഞ്ഞെ അങ്ങനെ വരാൻ പാടില്ല. നാട്ടിലെ മറ്റുള്ള സ്ത്രീകൾ അങ്ങനെ വന്നാലും അവരും വരാൻ പാടില്ല. നിയമം എല്ലാവർക്കും ഒരുപോലെ. ഉസ്താദിനും ഒന്നെ, ഉസ്താദ് അല്ലാത്ത ആൾക്കും ഒന്നെ. ഉസ്താദിന്റെ തിരിയൊക്കും ഒരേ നിയമോ, ഉസ്താദ് അല്ലാത്ത മറ്റുള്ളവരുടെ തിരിയന്മാർക്കും ഒരേ നിയമോ. നിയമം മാറ്റൊന്നുമില്ല. പക്ഷേ ഉസ്താദിന്റെ ഭാര്യ ആവുമ്പോ മറ്റുള്ള ഭാര്യമാരെ പോലെ അങ്ങനെ വന്നാ പറ്റൂല. അവര് എല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ അല്ലേ? ഇപ്പൊ ചെറിയ കുട്ടികൾ സങ്കല്പിക്കാം. ചെറിയ കുട്ടികൾ മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടികൾ, ഒരു ഉദാഹരണം പറയാം. ആ കുട്ടികൾ പകുതി കൈയിട്ടിട്ട്, പെൺകുട്ടിയെന്ന് സങ്കല്പിക്കും, പാതി കൈയിട്ടിട്ട് കുപ്പായം മദ്രസയിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയാണ് വന്നെങ്കില് ആർക്കൊരു വിഷയം ഉണ്ടാ? ആർക്കൊരു വിഷയമില്ല. നോക്കൊരു ഉസ്താദിന്റെ കുട്ടിയാണ് നിങ്ങൾ, നൗഫൽ സക്കാഫിന്റെ കുട്ടിയാണ് സങ്കല്പിക്കാം. വേറെ ആരും പറഞ്ഞാൽ വേണ്ടതില്ല. ഇപ്പൊ എന്നെ പറഞ്ഞ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും. നൗഫൽ സക്കാഫിന്റെ കുട്ടി, മദ്രസ പഠിക്കുന്ന കുട്ടി, പെൺകുട്ടി, 2 മക്കളുണ്ട്. അല്ലാഹ് ഞങ്ങളെ മക്കളെ നന്നാക്കി തരട്ടെ, പെൺകുട്ടികൾ. അപ്പോ അങ്ങനെ ആ പെൺകുട്ടി പകുതി കൈയിട്ടിട്ട് വന്നെങ്കിലോ, നീ ഉസ്താദിന്റെ മോളായിട്ട് പാതി കൈയിട്ട മടി. അതാ, നീ ഉസ്താദിന്റെ മോളായിട്ട് പാതി കൈയിട്ടേ മാൻ. പകുതി കൈയിടാൻ പാടില്ല എങ്കിൽ ഉസ്താദിന്റെ മോളല്ല, ആചാര മോളാണെങ്കിൽ അങ്ങനെ നിയമം. പക്ഷെ ഉസ്താദിന്റെ മക്കളാവുമ്പോ ജനങ്ങൾ എടുത്തു പറയും. എന്താ പറയണ കാര്യോ? എന്താ കാരണം? ഉസ്താദ് മറ്റുള്ളവർക്ക് മാതൃകയാണ്. ഉസ്താദിന്റെ ഭാര്യയും അതുപോലെയാണ് മറ്റുള്ളവർക്ക് മാതൃക. ഉസ്താദ് എങ്ങനെ മാതൃകയാകുന്നുണ്ടോ ഉസ്താദിന്റെ മക്കളും അതുപോലെ മറ്റുള്ളവർക്ക് മാതൃകയാണ്. അതങ്ങനെയാണ്. പക്ഷേ ഇത് കണ്ടിട്ട് പരിഹസിക്കാൻ പറ്റൂലല്ലോ. പരിഹാസ്യം എന്നത് നല്ല പണിയല്ല. ഖുർആൻ പറഞ്ഞു അത് മക്കയിലെ മുശ്രിക്കീങ്ങളുടെ സ്വഭാവമാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരിഹസിക്കുക, നല്ല ആളുകളിൽ നിന്ന് നല്ലത് വരേണ്ടുന്ന സ്ഥാനത്ത് വേറെന്തെങ്കിലും വരുമ്പോ പരിഹസിക്കുക. അതേ, അത് പരിഹസിക്കാൻ ആർക്കും ഇവിടെ അല്ലാഹ് അധികാരം കൊടുത്തിട്ടില്ല. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു വയസ്ഖറൂൻ, മക്കയിലെ മുശ്രിക്കീങ്ങൾ അവര് പരിഹസിച്ച് നടക്കുന്നു നബിയേ. ആ
ആ മക്കയിലെ അവിശ്വാസികൾ, അല്ലാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾ, അവരെന്താ ചോദിച്ചത്? ഖുർആനിൽ ആ ചോദ്യമുണ്ടല്ലോ, അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമാ. അല്ലയോ ജനങ്ങളെ, അല്ലാഹ് പറഞ്ഞത് പുനർജന്മമുണ്ടെന്നാണല്ലോ. അതിനെ പരിഹസിച്ചിട്ട് അവിശ്വാസികൾ എന്താ പറഞ്ഞത്? അങ്ങനെ ഞങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് എങ്ങനെ പുനർജന്മം ഉണ്ടാവുക? കാരണം മരിച്ചിട്ട് ഞങ്ങൾ മണ്ണായി പോയല്ലോ, എല്ലായി പോയല്ലോ, പിന്നെങ്ങനെയാണ് ഞങ്ങൾക്കൊരു പുനർജന്മം ഉണ്ടാകുന്നത്? എന്നിട്ട് അവർ വീണ്ടും പരിഹസിക്കുകയാണ്, അവ ആബാഉനൽ അവ്വലൂൻ, ഞങ്ങളെ മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ ഞങ്ങളെ ബാപ്പമാര്, അവർക്കെങ്ങനെ പുനർജന്മം ഉണ്ടാവുക? അവർ ഞങ്ങളെക്കാൾ നേരത്തെ മരിച്ചു പോയില്ലേ? ഖുർആനിൽ അല്ലാഹ് പറയാണ്, ഖുൽ, നബിയേ തങ്ങൾ പറയൂ, നഅം, അതെ, നിങ്ങൾ എത്ര പരിഹസിച്ചാലും ശരി, മരണത്തിന് ശേഷം ഒരു പുനർജന്മമുണ്ട് കേട്ടോ. ആ പുനർജന്മമുണ്ടായാലോ, ആളുകളെല്ലാം പുനർജന്മമുണ്ടായാൽ ഫഇദാഹും യൻളുറൂൻ, അവരവിടെ നിന്നിങ്ങനെ പരസ്പരം നോക്കുകയാണ്, പരസ്പരം നോക്കുകയാണ്. ഞാൻ നിങ്ങളെ നോക്കുന്നു, നിങ്ങൾ എന്നെ നോക്കുന്നു. എന്താണ് ആ നോക്കുന്നതിന്റെ അർത്ഥമെന്നറിയുമോ? അല്ലാഹ് എന്നെ എന്ത് ചെയ്യുന്നു എന്ന നോട്ടമാണ്. അല്ലാഹ് എന്നെ എന്ത് ചെയ്യുന്നു? എന്നാൽ ആ ദിവസമുണ്ടല്ലോ ചെറുപ്പക്കാരെ, ആദാ യൗമുൽ ഫസ്ലില്ലദി കുന്തും ബിഹി തുകദ്ദിബൂൻ. അല്ലാഹു തആല അന്ന് ധിക്കാരികളോട് പറയൂ, ഓ ധിക്കാരികളായ ജനങ്ങളെ, ഇത് സത്യവും അസത്യവും വേർതിരിക്കുന്ന ദിവസമാണ്. ഈ ദിവസത്തെയാണ് നിങ്ങൾ കള്ളമാക്കി നടന്നത്, സത്യമല്ല എന്ന് പറഞ്ഞ് നടന്നത്. അതുകൊണ്ട് അല്ലാഹു തആല ഈ ധിക്കാരികളെ കാണിച്ചിട്ട് മലക്കുകളോട് അല്ലാഹ് പറയാണ്, ഫഹദൂഹും ഇലാ സിറാത്തിൽ ജഹീം. നരകത്തിന്റെ പാലമുണ്ടല്ലോ, വഴിയുണ്ടല്ലോ, ആ വഴിയിലേക്ക് അവരെ നിങ്ങൾ കൊണ്ടുവരൂ. അവര് സ്വർഗത്തേക്ക് പോകേണ്ടവരല്ല. കാരണം ദുനിയാവിൽ നേർവഴിയിൽ സഞ്ചരിച്ചവരല്ല, വളഞ്ഞ വഴിയിൽ സഞ്ചരിച്ചവരാണ്. അതുകൊണ്ട് അവർ സ്വർഗത്തിന്റെ വഴിയിലേക്കുള്ളവരല്ല, നരകത്തിന്റെ വഴിയിലേക്കുള്ളവരാണ്. ഏത് തെറ്റായ കാര്യം കൊണ്ടാണ് പെട്ടുപോകുന്നത് എന്ന് പറയാൻ കഴിയില്ല. ചെറിയ വിഷയമാണെങ്കിൽ പോലും അത് വലിയ ഗൗരവത്തിൽ കാണേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു മഹാനവരികളുടെ വഫാത്തിന് ശേഷം മഹാനവരികളെ കൂട്ടുകാർ സ്വപ്നം കാണുകയാണ്. അതേ തഫ്സീർ റൂഹുൽ ബയാനിൽ ഇസ്മാഈലുൽ നിഖിൽ ബറൂസമി തങ്ങൾ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്വപ്നം കണ്ട കൂട്ടുകാർ അവർ ചോദിച്ചു മഹാനവരികളോട്, മാ ഫഅല റബ്ബുക ബിക, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളെ, അല്ലാഹ് നിങ്ങളെ എന്ത് ചെയ്തു എന്നൊന്ന് പറയാമോ? അപ്പൊ മഹാനവരികൾ പറയാണ്, ആതബനി, എന്റെ റബ്ബ് എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചു, എന്റെ റബ്ബ് എന്നെ ആക്ഷേപിച്ചു. വഔഖഫനി 3 സിനീന, 3 വർഷക്കാലം എന്റെ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാതെ എന്റെ റബ്ബ് എന്നെ ഒറ്റ നിർത്തം നിർത്തി. എത്ര വലിയ മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു. എന്നിട്ടും മഹാനവരികൾ പറയാണ്, മരണത്തിന് ശേഷം കൂട്ടുകാര് സ്വപ്നം കണ്ടപ്പോ എന്നെ അല്ലാഹ് ആക്ഷേപിച്ചിട്ടുണ്ട് എന്ന് മാത്രല്ല, എന്റെ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാതെ 3 വർഷക്കാലം എന്റെ റബ്ബ് എന്നെ ഒരൊറ്റ നിർത്തം നിർത്തി. എന്തേ കാരണം എന്ന് മഹാനവരികളോട് ചോദിച്ചപ്പോ മഹാനവരികൾ പറഞ്ഞ മറുപടി എന്താണ്? ബിസബബി അന്നീ നളർതു ബിൽ ലുത്ഫി യൗമൻ ഇലാ മുബ്തദിഈൻ. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം ഒരു പുത്തനാശയക്കാരൻ വരുന്നു. ആ പുത്തനാശയക്കാരനിലേക്ക് ഞാനൊരു മഴമായ രൂപത്തിലൊന്ന് നോക്കി. ഒന്ന് പരുക്ക രൂപത്തിൽ നോക്കാതെ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് നോക്കിയപ്പോ
ഞാൻ അവനെ വെറുത്തില്ലല്ലോ. ആളൊരു പുത്തൻവാദിയല്ലേ. ആ പുത്തൻവാദിയെ കണ്ടപ്പോൾ ഞാനൊരു വെറുപ്പ് കാണിച്ചില്ലല്ലോ. അതുകൊണ്ട് എന്റെ റബ്ബ് എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്. 3 വർഷക്കാലം ഒരു തീരുമാനമെടുക്കാതെ എന്റെ റബ്ബ് എന്നെ ഒരൊറ്റ നിർത്തം നിർത്തിയിട്ടുണ്ട്. ആ റബ്ബ് എന്നോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദ്യം എന്നറിയോ? ഇന്നകാലം തുആദി അദുവി. ഓ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളെ, എന്റെ ശത്രുവോട് നിങ്ങൾക്കൊരു ശത്രുത കാണിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലേ? ആരായാലും തിരക്കേടില്ല. പുത്തൻവാദിയുടെ കല്യാണത്തിന് പോകുന്നതിന് തിരക്കേടില്ല. പുത്തൻവാദിയുടെ സൽക്കാരത്തിന് പോകുന്നതിന് തിരക്കേടില്ല. അതിന് പറയുന്ന ന്യായം ബിസിനസ് പാർട്ട്ണർ എന്നാണ്. അതിന് പറയുന്ന ന്യായം കുടുംബം എന്നാണ്. ഇങ്ങനെ പുത്തൻവാദി, അല്ലാഹുവിന്റെ ദീന് നശിപ്പിക്കാൻ നോക്കുന്ന പുത്തൻവാദി, അവൻ എന്റെ ശത്രുവാണ്. ആ ശത്രുവിനോട് നിങ്ങൾക്ക് ശത്രുത കാണിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് അല്ലാഹു തആല എന്നോട് ചോദിച്ചിട്ടുണ്ട്. ജനങ്ങളെ, എന്തിനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്? ഏത് തെറ്റ് മുന്നിൽ വെച്ചിട്ടാണ് അല്ല എന്നെ പാഠം പഠിപ്പിക്കുക എന്ന് പറയാൻ പറ്റില്ല. അല്ലാഹു തആല എന്നെ നിർത്തിയിട്ട് ചോദ്യം ചെയ്യുക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടല്ലേ ഖുർആനിൽ അല്ലാഹ് പറയാണ്, വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. ഓ നബിയേ, ഖുർആനിൽ അതേ ആ ഓരോ വിഷയങ്ങളും ഹബീബായ തങ്ങളോട് അല്ലാഹ് പറഞ്ഞു കൊടുക്കുകയാണ്. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ. ചില ആളുകളെ കാണിച്ചിട്ട് അല്ലാഹ് പറയാണ്, മലക്കുകളെ, അവരെ നിങ്ങൾ അവിടെ ബന്ദ് ചെയ്ത് വെക്കൂ. അവരെ പോകാൻ വിടണ്ട, അവിടെ തന്നെ നിർത്തിവെക്കൂ, അവിടെ തന്നെ ബന്ദ് ചെയ്ത് വെക്കൂ. എന്നേ കാരണം അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് കേട്ടോ. അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. സിറാത്ത് പാലത്തിന്റെ അരികിൽ വെച്ച് അവരവിടെ ബ്ലോക്ക് ചെയ്യുകയാണ്. ഓ ചെറുപ്പക്കാരാ, എന്നെയും നിങ്ങളെയും ബ്ലോക്ക് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ഈ വണ്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ടോൾ ഗേറ്റില്ലേ, ടോൾ ഗേറ്റ്, ആ ടോൾ ഗേറ്റിലൊക്കെ മുമ്പൊക്കെ ഇങ്ങനെ പൈസ കൊടുത്തിട്ടാ പോലെ. ഇപ്പൊ പിന്നെ ഫാസ്റ്റ് ടാഗ് അവിടെ ഉണ്ടെങ്കിൽ അതിന്ന് പൈസ അങ്ങ് കട്ടാകും, നമുക്ക് വേഗം പോകാൻ പറ്റും. എന്നാ അവിടെ തന്നെ ഒരു വണ്ടിക്കാരന്റെ ഫാസ്റ്റ് ടാഗിലെങ്കാലും പൈസ ഇല്ലാന്ന് കണ്ടാൽ പിന്നെ ഓൻ അവിടെ നിന്ന് ഇങ്ങനെ പൈസ കൊടുക്കുന്ന തിരക്കിൽ കുറച്ച് സമയം അങ്ങ് വൈകിപ്പോയാൽ ബാക്കത്തെ വണ്ടിക്കാരൊക്കെ മുഴുവനും ഹോർണടിക്കും. ഭയങ്കര ഹോർണായിരിക്കും, വേഗം തുറക്കെന്ന് പറയാനാണ്, തിരക്കാണ്. എന്നാൽ ഏതെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ടോൾ ഗേറ്റിനെ കുറിച്ചല്ല പറയുന്നത്. യജമാനനായ റബ്ബിന്റെ സിറാത്ത് പാലത്തിന്റെ അരികിൽ ഒരു ബ്ലോക്ക് ഉണ്ട്. ഈ ദുനിയാവിൽ അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്ന ആളുകളെ കാണിച്ചിട്ട് മലക്കുകളോട് അല്ലാഹു തആല പറയാണ്, അവരെ അവിടെ തന്നെ നിർത്തൂ മലക്കുകളെ. അവരെന്നെ ധിക്കരിച്ച് നടന്നവരാണ്. സിറാത്ത് പാലത്തിന്റെ അരികിൽ അവരെ നിർത്തൂ മലക്കുകളെ. അവരോട് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. അല്ലാഹു തആല പരിഹസിച്ചുകൊണ്ടുള്ള ചോദ്യമാണ്. എന്താണ് അല്ലാഹ് ചോദിക്കുന്നത്? ഖുർആൻ പറയാണ്, മാലക്കും ലാ തനാസറൂൻ. അല്ല, ഇപ്പൊ എന്തേ നിങ്ങൾ ദുനിയാവിൽ കുറെ പറഞ്ഞു നടന്നതല്ലേ? നിങ്ങളെ സഹായിക്കാൻ പലരും ഉണ്ടാകും എന്നിങ്ങനെ നിങ്ങൾ കുറെ പറഞ്ഞു നടന്നതല്ലേ? ഇപ്പൊ എന്തേ നിങ്ങളെ സഹായിക്കാൻ ആരും കാണാത്തത്? എന്തേ നിങ്ങളെ സഹായിക്കാൻ ആരും വരാത്തത് എന്ന ചോദ്യമാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്. അവിടെ തന്നെ നിർത്തൂ മലക്കുകളോട് അല്ലാഹ് പറയാണ്. ആ റബ്ബിന്റെ ചോദ്യത്തിനൊരു തീരുമാനമാകാതെ അപ്പുറം മുമ്പോട്ട് പോകാൻ കഴിയില്ല. അത് ഹദീസിൽ ഉള്ളതല്ലേ ചെറുപ്പക്കാരെ? ലാ തസൂലു ഖദമ ഇബ്നി ആദം യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ മനുഷ്യന്റെ 2 കാലുകൾ വെച്ച സ്ഥലത്തുനിന്ന് എടുത്തു വെക്കാൻ കഴിയില്ല. ഹത്താ യുസ്അല അൻ അർബഅ.
4 ചോദ്യം ചോദിക്കാതെ. ഏതാണ് ആ 4 ചോദ്യം? അൻ ശബാബിഹി ഫീമാ അബ്ലാ, യുവത്വം എന്തിന് ചെലവഴിച്ചു എന്ന ചോദ്യം. രണ്ടാമത്തത് വൻ ഉംരിഹി ഫീമാ അഫ്നാ, ആയുസ് എന്തിന് ചെലവഴിച്ചു എന്ന ചോദ്യം. മൂന്നാമത്തത് വൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖാ, നിന്റെ പണം നീ എവിടെന്നാണ് സമ്പാദിച്ചത്, എന്തിനാണ് ചെലവഴിച്ചത്, അതിനൊരു കണക്ക് പറയാതെ കഴിയില്ല. നാലാമത്തത് വൻ ഇൽമിഹി മാദാ അമില ബിഹി, നിന്നിലുള്ള ഇൽമിനെ കുറിച്ച് ചോദ്യമുണ്ട്. ആ ഇൽമനുസരിച്ച് നീ അമൽ ചെയ്തിട്ടുണ്ടോ? എന്നിലുള്ള ഇൽമനുസരിച്ച് ഞാൻ അമൽ ചെയ്തില്ലെങ്കിലോ? എന്തേ അമൽ ചെയ്യാത്തത്? മറ്റുള്ളവരെ പോലെയല്ലല്ലോ, മറ്റുള്ളവർക്ക് ഇൽമു പറഞ്ഞു കൊടുത്തയാളല്ലേ, എന്തേ പറഞ്ഞതുപോലെ അമൽ ചെയ്തിട്ടില്ല എന്ന് റബ്ബിന്റെ ചോദ്യമുണ്ട്. ഇതുപോലെ എന്റെ വാല് കേൾക്കുന്ന പെൺകുട്ടികളോട് പറയട്ടെ, നാട്ടിലുള്ള മറ്റു പെൺകുട്ടികൾ, ആ പെൺകുട്ടികൾ നടക്കുന്നത് പോലെ അതേ ശരീഅത്ത് കോളേജുകളിൽ പോയി പഠിക്കുന്ന പെൺകുട്ടികൾ മറ്റുള്ള പെൺകുട്ടികളെ പോലെ ജീവിച്ചാ പറ്റൂല. നാട്ടിൽ ഏറ്റവും നല്ല പെൺകുട്ടികൾ ശരീഅത്ത് കോളേജിൽ പോയി പഠിക്കുന്ന പെൺകുട്ടികളാകണം. അങ്ങനെയല്ലേ അതിന്റെ നിയമം? എന്തേ കാരണം? മറ്റുള്ള പെൺകുട്ടികൾക്ക് ദീനിയായ അറിവുകൾ കൂടുതലൊന്നുമില്ല. അതേ സമയത്ത് ശരീഅത്ത് കോളേജിൽ പഠിക്കുന്ന മക്കള് അവർക്ക് ദീൻ പഠിക്കുന്നവരാണവർ. അവർക്ക് മറ്റു പെൺകുട്ടികളെക്കാൾ ദീനിയായ ഇൽമുള്ളവരാണ്. ആ ഇൽമനുസരിച്ച് നടക്കണ്ടേ? സങ്കടത്തോടെ ഞാൻ പറയട്ടെ, പറയാതിരിക്കാൻ കഴിയില്ല. ഇന്ന് ചില ശരീഅത്ത് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളുടെ കല്യാണത്തിൽ പോലും ആഭാസം കാണുന്നുണ്ടല്ലോ. കൂടെ നിന്നിട്ട് ഫോട്ടോ എടുപ്പിക്കലും പറയപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവരെന്തിനാണ് ശരീഅത്ത് കോളേജിൽ പോയി പഠിച്ചത്? പഠിച്ചതനുസരിച്ച് നടക്കേണ്ടതല്ലേ? അതൊരു ചോദ്യമാണ്. ഇൽമനുസരിച്ചിട്ട് എന്തേ നടക്കാത്തത്? അതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് മറുപടി ഇല്ലാതെ ഒരിക്കലും റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടൂല. ഇനി ഞാൻ ഒന്നും കൂടി പറയട്ടെ സുഹൃത്തുക്കളെ, സിറാത്തു പാലം, ആ സിറാത്തു പാലത്തിലൂടെ ജനങ്ങൾ വിട്ടുകിടക്കുന്ന ഒരു രംഗമുണ്ട്. ഹദീസിൽ തന്നെയുണ്ട്. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരു പണ്ഡിതൻ അതുപോലെ തന്നെ വേറെ ഒരു ആബിദായ മനുഷ്യൻ, രണ്ടാളും സിറാത്തു പാലത്തിലൂടെ വിട്ടുകിടക്കുകയാണ്. നോക്കുമ്പോൾ ആ പാലത്തിന്റെ മുകളിൽ നന്നായി ഇബാദത്ത് ചെയ്ത ഒരാളുണ്ട്, മറ്റൊന്ന് നല്ല ഒരു പണ്ഡിതനുമുണ്ട്. രണ്ടാളും ഒന്നിച്ച് സിറാത്ത് പാലത്തിലൂടെ വിട്ടുകിടക്കുകയാണ്. അവരിങ്ങനെ വിട്ടുകിടക്കുമ്പോ ഈ പണ്ഡിതനോട് അവിടുന്ന് ഇങ്ങനെ പറയപ്പെടുകയാണ്, ഈ ഇബാദത്ത് ചെയ്ത മനുഷ്യനോട്, രണ്ടാളുണ്ട് സിറാത്ത് പാലത്തിന്റെ മുകളിൽ, ഒന്ന് നന്നായി ഇബാദത്ത് ചെയ്ത ആള്, രണ്ടാമതായിട്ട് നല്ല ഇൽമുള്ളൊരു പണ്ഡിതൻ. അപ്പൊ ഈ ഇബാദത്ത് ചെയ്ത ആളോട് അവിടുന്ന് പറയപ്പെടാണ്, ഉദ്ഖുലുൽ ജന്ന, നീ ഇവിടെ ഇങ്ങനെ കുറെ നേരം നിക്കൊന്നും വേണ്ട, നീ കുറെ ഇബാദത്ത് ചെയ്ത ആളല്ലേ, അണ്ട് പോയിക്കോ, സ്വർഗത്തിൽ പോയിക്കോന്ന് പറയും. സിറാത്ത് പാലത്തിന്റെ മുകളിൽ അങ്ങ് കയറുമ്പോ അവിടുന്ന് മലക്കുകൾ പറയാണ്, നീ കുറെ ഇബാദത്ത് ചെയ്തതല്ലേ, അതുകൊണ്ട് സ്വർഗത്തിൽ പോയിക്കോ, നിന്റെ ഇബാദത്ത് കൊണ്ട് നീ പോയി സ്വർഗത്തിൽ സുഖിച്ചോന്ന് പറയൂ. അങ്ങനെയുണ്ട്. അല്ലാഹ്, അന്നാൾ ഒരാൾ എന്നെ വിളിച്ചോട് ചോദിച്ചു, ഉസ്താദേ, എന്റെ ഭാര്യക്ക് മക്കനെ ഇട്ടെങ്ക ദമ്മ് കെട്ടുന്ന തുറന്നിട്ട് നടക്കാമാ? ഓ, ഭയങ്കര പിരിസോ, ഭാര്യനോടുള്ള പിരിസോ നോക്ക് നിങ്ങൾ. എന്താ ചോദ്യം എന്നറിയോ? ഉസ്താദെ, എന്റെ ഭാര്യ പറയുന്നു, എന്ത് പറയുന്നു ചോദിച്ചു. ഭാര്യ പറയുന്നു, ഓൾക്ക് ഇങ്ങനെ മുസ്കിട്ടിട്ട് നടക്കുന്ന ദമ്മ് കിട്ടുന്നില്ല, അപ്പൊ ദമ്മ് കിട്ടുന്ന കൊണ്ട് തുറന്നിട്ട് നടക്കാമാന്ന് ചോദിച്ചു. അതിന് മസാല ചോദിക്കാൻ വേണ്ടി വിളിച്ചത്, എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവോ തുറന്നിട്ട് നടക്കാന്ന് പറഞ്ഞിട്ട്? ഇതിനെന്താ പറയണേ? അപ്പൊ ഞാൻ ചോദിച്ചു, എന്റെ ഭാര്യ ഇങ്ങനെ മുസ്കിട്ട് നടക്കുന്നുണ്ടല്ലോ, ഓൾ ഇന്ന് വരെ ദമ്മ കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ലല്ലേ,
എന്റെ ഉമ്മയും നടക്കുന്നുണ്ടല്ലോ, ദമ്മ കിട്ടുന്ന അറിഞ്ഞിട്ടില്ലല്ലേ? ദുനിയാവിൽ ഇത്തരെല്ലാം പെണ്ണുങ്ങന്മാർ, ഇത്തരെല്ലാം സ്ത്രീകള് മക്കനെ ഇട്ടിട്ട് മുഖം ഉച്ചിട്ട് റോട്ടിൽ നടക്കുന്നുണ്ട്. ഓർക്കാർക്കും ദമ്മ കിട്ടുന്നില്ലല്ലേ? നിങ്ങളെ ഭാര്യക്ക് മുമ്പന്നെ ദമ്മ കിട്ടുന്ന സീക്കുണ്ട? അങ്ങനെയാണെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് മരുന്നെടുക്കുന്നതല്ലേ? ഇത് ഈ മക്കനെ ഇട്ടത് കൊണ്ട് ദമ്മ കിട്ടിയതല്ല, നേരത്തെ തന്നെ ദമ്മ കെട്ടലുണ്ടാവും. അങ്ങനല്ലാതെ വേറെന്താ പറയാനാ? ദുനിയാവിൽ ഇത്ര പെണ്ണുങ്ങന്മാരുള്ള ഓരെല്ലാം മക്കനെ ഇട്ട് നടക്കുന്നു, ഓർക്കൊന്നും ദമ്മ കിട്ടുന്നില്ല. അതിനണ്ടാ വേണ്ടുന്നില്ല. ആരോ ഒരാൾ കളിയാക്കി. എന്താ കളിയാക്കെന്ന് പറഞ്ഞാൽ, മുണ്ടാസ് ഇട്ടത് കാണുമ്പോ എന്താ ബാൻഡേജ് കെട്ടിന അയാള്. അല്ല, മനുഷ്യന്റെ ഒരു പരിഹാസം നോക്ക്. ഇതുപോലെ തന്നെ ചില നല്ല നല്ല സ്ത്രീകള് അതാ സിറാത്ത് പാലത്തിന്റെ മുകളിൽ എത്തിയപ്പോ ദീനിന്റെ നിയമം പാലിച്ച് നടക്കുന്ന സ്ത്രീകളോടൊക്കെ പറയും, നിങ്ങൾ ദുനിയാവിൽ കുറെ പ്രയാസപ്പെട്ടിട്ട് ജീവിച്ചവരല്ലേ, കഷ്ടപ്പെട്ട് ജീവിച്ച് അധ്വാനിച്ച് അള്ളാന്റെ ദീനിന്റെ നിയമം അംഗീകരിച്ച് ജീവിച്ചവരല്ലേ, അതുകൊണ്ട് നിങ്ങളെ ഇബാദത്ത് കൊണ്ട് സ്വർഗത്തിൽ പോയിക്കോളൂ, സ്വർഗത്തിൽ പോയിട്ട് സുഖിച്ചോളൂ എന്ന് പറയും. അപ്പൊ ദുനിയാവില് ചില സ്ത്രീകൾ ഉണ്ടാവും. ആ സ്ത്രീകളൊക്കെ എന്താകുണ്ടാവും? നല്ല ഹിജാബ് ഇട്ടിട്ട് ഇങ്ങനെ നടക്കും. അൽഹംദുലില്ലാ, നമ്മളെ പുരുഷൻ കൂടിയിലെ ഉമ്മ പെങ്ങന്മാരൊക്കെ അങ്ങനെയാണ്. നല്ല ഹിജാബ് ഇട്ടിട്ട് മുഖമൊക്കെ മുച്ചിട്ട് ഇങ്ങനെ നടക്കും. അല്ലാഹു തആല ഉമ്മ പെങ്ങന്മാർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല അവർക്ക് നല്ല സന്തോഷം കൊടുക്കട്ടെ. അവരുടെ വിഷമങ്ങളൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. അവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. പക്ഷെ അങ്ങനെ വരുമ്പോ അപ്പൊ പിന്നെ ഓനുണ്ടാവും, ഭർത്താവ് ഉണ്ടാവും. ഈ ഭർത്താവിന് ഇതൊന്നും ഇഷ്ടമില്ല. ഏത് പെണ്ണിങ്ങനെ മുച്ചിട്ടെല്ലാം പോന്നെ. ഓന്റെ ബിയാർ എന്ത് നാട്ടുകാർ മൊത്തം ഇവളെ സുർപ്പം കാണണമെന്നാണ്. ആരെ സുർപ്പം? ഭാര്യന്റെ സുർപ്പം ഇങ്ങനെ കണ്ട് രസിക്കണം. നാട്ടുകാരെല്ലാം പറയും, ഓ മുഹമ്മദിന്റെ തിരിയോ, എന്ത് തിരിയോ ബാവ, സുബ്ഹാനല്ലാഹ്. കണ്ട ഇങ്ങനെ പറയണോ? അങ്ങനെ ആകാൻ പാടില്ല, അങ്ങനെ ആകാൻ പാടില്ല. പിന്നെ ഭർത്താവ് ഭാര്യക്ക് ഇതിനെ പ്രോത്സാഹിപ്പിക്കണം. അതിന്റെ ഭർത്താവ് പറയുന്നത്, എന്താ നിക്ക് ദമ്മ് കിട്ടുന്നില്ലേ എന്ന് ഭർത്താവ് ചോദിക്കുന്നു ഭാര്യനോട്. ഇതിട്ടിട്ട് എങ്ങനെ ദമ്മ് കെട്ടും? സ്ത്രീകൾക്ക് അങ്ങനെ ദമ്മ് കെട്ടാറില്ലല്ലോ ഇതിട്ടത് കൊണ്ട്. അതുകൊണ്ടാണ് അള്ളാന്റെ ദീനിന്റെ നിയമം പൂർണ്ണമായും അംഗീകരിച്ച് നടന്ന പുരുഷന്മാര്, സ്ത്രീകൾ സിറാത്ത് പാലത്തിന്റെ മുകളിലെത്തുമ്പോ അവരോട് പറയും, നിങ്ങൾ സ്വർഗത്തിൽ പോയിക്കോളൂ, നിങ്ങളെ ഇബാദത്ത് കൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ സുഖിച്ചോളൂ. എന്നാൽ പറയട്ടെ ജനങ്ങളെ, ആ സിറാത്ത് പാലത്തിന്റെ അരികിൽ എത്തി നിൽക്കുന്ന ഒരു പണ്ഡിതൻ, ആ പണ്ഡിതനോട് പറയും, ഖിഫ് ആഹുനാ, നിങ്ങൾക്ക് പോകാനായിട്ടില്ല, നിങ്ങൾ ഇവിടെ നിൽക്കണോ. എന്തേ കാരണം? നിങ്ങൾ ദുനിയാവിൽ കുറെ ആളുകളെ സ്നേഹിച്ചിട്ടുണ്ടല്ലോ, നിങ്ങളെ കുറെ ആളുകൾ സ്നേഹിച്ചിട്ടുണ്ടല്ലോ. ആ സ്നേഹം കൊണ്ടല്ലേ നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത്, ആ സ്നേഹം കൊണ്ടല്ലേ നിങ്ങൾ അവർ പറയുന്നത് അനുസരിക്കുന്നത്, ആ സ്നേഹം കൊണ്ടല്ലേ നിങ്ങളതാ പിന്നാലെ പോകുന്നത്. ഇന്ന് എന്റെ വീട്ടിൽ ഒരു വലിയ പണ്ഡിതൻ വന്നിരുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിനും അവരുടെ ഭാര്യക്കും മക്കൾക്കും നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതേ വലിയ പ്രായമുള്ള വലിയ പണ്ഡിതനാണ്, കുറെ കാലം ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ മഹാനാണ്. ആളുകളൊക്കെ അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് ആ മാനവരികളെ സമീപിക്കും. ആ മഹാനവരികൾ വലിയ പണ്ഡിതനാണ് വന്നിരുന്നു. വന്നപ്പോ എന്നോട് പറഞ്ഞു, എന്റെ ഭാര്യ, അവർക്ക് വലിയ പ്രായമുണ്ട്, ആ ഭാര്യക്ക് നിങ്ങളെ വാദെന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. രാത്രി 12 മണി വരെയാണെങ്കിലും നിങ്ങളെ വാദ് കഴിയാതെ ഉറങ്ങൂല. വലിയ പ്രായമുള്ളൊരു ഉമ്മയാണ്. പക്ഷെ ആ ഉമ്മ പോലും 12 മണിയായാൽ പോലും സാധുവായ മുത്തഅല്ലിമാണ്, എന്റെ വാദ് കേട്ടിട്ടല്ലാതെ ഉറങ്ങൂല. ഈ ഉസ്താദ് എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആ ഉമ്മനോട് പറയണം ഉസ്താദേ. ഞാൻ പറഞ്ഞു വന്നത്, ആലിമീങ്ങളെ സ്നേഹിക്കുന്നത് ദുനിയാവിന് വേണ്ടിയല്ല, ആലിമീങ്ങളെ ഭംഗി കണ്ടിട്ടല്ല, ആലിമീങ്ങളെ ദുനിയാവിലുള്ള വൈറൽ കണ്ടിട്ടല്ല. ആലിമീങ്ങളെ സ്നേഹിക്കേണ്ടത് അവര് പറഞ്ഞു തരുന്ന ഇൽമിന്റെ പവർ കണ്ടിട്ടാണ്, അവര് ദീനനുസരിച്ച് നടക്കുന്നത് കണ്ടിട്ടാണ്. ദുനിയാവിൽ കുറെ ഫ്ലൈറ്റിൽ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ട് ആലിമീങ്ങളെ സ്നേഹിക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. കപ്പലിൽ പോകുന്ന വീഡിയോ കണ്ട് ആലിമീങ്ങളെ സ്നേഹിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല.
ദീനനുസരിച്ചിട്ടുള്ള സ്നേഹം മാത്രമേ പറ്റൂ. അതിനപ്പുറം ഒരു മറികടന്നിട്ടുള്ളൊരു സ്നേഹം ഒരു ആലിമിനോടും പാടില്ല. ദീനിന്റെ പരിധിക്കുള്ളിലുള്ള സ്നേഹം മാത്രമാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ആലിമീങ്ങളെ സ്നേഹിച്ച് നടക്കുന്നവരെ കുറിച്ച് ഈ സിറാത്ത് പാലത്തിന്റെ അരികിൽ നിർത്തിയിട്ട് ഈ ആലിമീങ്ങളോട് പറയും, നിൽക്കൂ അവിടെ. നിങ്ങൾ ഒറ്റയ്ക്ക് പാലം വിട്ടിട്ട് സ്വർഗത്തിൽ പോയാ പോരാ. ഫസ്ഫഅ ലിമൻ അഹ്ബബ്ത. നിങ്ങൾ കുറെ ആളുകളെ ദുനിയാവിൽ സ്നേഹിച്ചിട്ടുണ്ടല്ലോ. ആ സ്നേഹിച്ചവരെയും കൂട്ടി സ്വർഗത്തിൽ പോകണം. അവരെ കൂട്ടിയിട്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകണം. കാരണം നിങ്ങളുടെ ശഫാഅത്ത്, നിങ്ങളുടെ ശുപാർശക്ക് വലിയ വിലയുണ്ട് കേട്ടോ. ഫഇന്നക ലാ തസ്ഫഉ ലിഅഹദിൻ ഇല്ലാ ശുഫിഅത. നിങ്ങൾ ആർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്താലും നിങ്ങളുടെ റെക്കമെൻഡേഷൻ സ്വീകരിക്കപ്പെടുന്നതാണ്. നിങ്ങൾ ആർക്ക് ശുപാർശ ചെയ്താലും നിങ്ങളുടെ ശുപാർശ സ്വീകരിക്കപ്പെടുന്നതാണ്. അപ്പൊ ഫഖാമ മഖാമൽ അംബിയായി, ഈ ആലിം അവിടെ നിൽക്കുന്നത് അംബിയാക്കളെ സ്ഥാനത്താണ്. അംബിയാക്കൾ കുറെ ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് പോലെ അംബിയാക്കളെ സ്ഥാനത്ത് നിൽക്കുന്ന ആലിമീങ്ങൾ കുറെ ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നു. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ അല്ലാഹു തആല ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് 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 ഖുർആനിൽ അല്ലാഹ് പറയാണ്, ഓ ജനങ്ങളെ, ആളുകളെല്ലാം നേരായ വഴിയിൽ സഞ്ചരിച്ച് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ആ സ്വർഗത്തിൽ പരസ്പരം ഒരു സംഭാഷണമുണ്ട്. സ്വർഗത്തിൽ ഇരിക്കുന്ന ആളുകൾ പരസ്പരം ഒരു സംസാരം. ഫഅഖ്ബല ബഅദുഹും അലാ ബഅദി യതസാഅലൂൻ. സ്വർഗത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ സ്വർഗത്തിലെ പാനീയം ഇങ്ങനെ കുടിക്കുകയാണ്. ദുനിയാവിലുള്ള ലഹരി അല്ല, കള്ളല്ല, മയക്കുമരുന്നല്ല, പിന്നെയോ ബൈളാ, നല്ല വെള്ള നിറമുള്ള ഒരു പാനീയം സ്വർഗത്തിൽ കിട്ടുന്നു. അള്ളാഹു അത് കുടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ലസ്സത്തിൻ ലിശാരിബീൻ, കുടിക്കുന്ന ആളുകൾക്ക് നല്ല രസമുണ്ടാവുന്ന പറഞ്ഞേ. നല്ല സുഖമുള്ള ഒരു പാനീയാണ്. അള്ളാഹു അത് കുടിക്കാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. പക്ഷെ ലാ ഫീഹാ ഗൗലുൻ, അത് കുടിച്ചാൽ തലകറക്കമില്ല, അത് കുടിച്ചാൽ വയറുവേദനയില്ല, ലിവർ ഡാമേജ് ഇല്ല, കരൾ ഇൻഫെക്ഷൻ ആകലില്ല. പോരാ, വലാഹും അൻഹാ യുൻസഫൂൻ. ആ സ്വർഗത്തിലുള്ള പാനീയം കുടിച്ചാലോ മസ്താകാറില്ല. ആ പാനീയം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കെ ഫഅഖ്ബല ബഅദുഹും അലാ ബഅദി യതസാഅലൂൻ. അതാ അവിടുന്ന് ചിലര് പരസ്പരം, അതാ സ്വർഗത്തിലുള്ള ആളുകൾ ആ പാനീയം കുടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കോ. ഭക്ഷണം കഴിക്കുമ്പോ സംസാരിക്കരുത്, ഭക്ഷണം കഴിക്കുമ്പോ സംസാരിക്കണം. ഭക്ഷണം കഴിക്കുമ്പോ സംസാരിക്കണ്ടേ? ചില ഉപ്പമാരൊക്കെ മക്കളോട് പറയും, തിന്നുമ്പോ ഫൽക്കരിയണ്ടല്ല. ഇവിടെ പറയാറുണ്ട്, അങ്ങനെ പറയാറുണ്ട അല്ലേ? മോനെ പറയാറില്ലേ? തിന്നുമ്പോ ഫൽക്കരിയണ്ട പറയാറുണ്ട്. അതെന്തിനാ അങ്ങനെ പറയണമെന്ന് പറഞ്ഞാല്, ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് മിണ്ടാൻ പാടില്ല എന്നല്ല. അങ്ങനെ ഭക്ഷണം വഹിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ ചവിച്ച് ഭക്ഷണം ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുമ്പോ സംസാരിച്ചാൽ സത്ത് പാറൂന്ന് കരുതിയിട്ടാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ സത്ത് പാറുന്ന പറയാം. ഇവിടെ എന്താ പറയാ, മനസ്സിലായോ? സത്ത് പാറുന്ന് അതിനെന്താ ഇവിടെ പറയാന്നോ? സത്ത് പറഞ്ഞാല് ഇങ്ങനെ വൃക്കത്തേക്ക് ഇങ്ങനെ ഇതാവും. മനസ്സിലായില്ല? എന്താ പറയാ? അറിഞ്ഞില്ലേ? എന്താ റബ്ബേ, പെട്ടെന്ന് ഇരുന്ന ഇരുത്തത്തില് ഞങ്ങളുടെ നാട്ടിലൊക്കെ സത്ത് പാറുന്ന് പറയാം. അവിടെ കമന്റിൽ ഇങ്ങനെ പറയുന്നുണ്ടാവും. പക്ഷേ ഇവർക്ക് തിരിഞ്ഞില്ലെങ്കിൽ അവർക്ക് തിരിയും. അവരവിടെ നിന്ന് ഇങ്ങനെ പറയും. എന്താ പറയാ? ഒന്ന് പറയും മനുഷ്യന്മാരെ. തരിപ്പ് കയറും. അതന്നെ. എന്താ സംഭവം? ഒന്ന് കയറിയതാണ്, ഏതായാലും ഇറങ്ങിയതല്ല. അതന്നെ, അതിങ്ങനെ തലന്റെ ഉള്ളിൽ ഇങ്ങനെ കയറാണ്.
പെട്ടെന്നിരിക്കുമ്പോൾ പ്രായമുള്ള ആളുകൾക്ക് അങ്ങനെ സഡൻ ഇരുന്ന ഇരുത്തത്തിൽ അങ്ങനെ ഉണ്ടാവും. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കും, പെട്ടെന്ന് ഇതാവുമ്പോൾ വെള്ളം കുടിക്കാൻ കൊടുക്കൂലേ, വെള്ളം കുടിക്കാന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും മനസ്സിലായിട്ടില്ല? അങ്ങനെ ആകാൻ വേണ്ടി ദ്വാരക്കണ വേണ്ട. ഇപ്പൊ മനസ്സിലായില്ലേ? അതാണ് സംഭവം. അതിന് പറഞ്ഞതാണ് കുട്ടികളോട് ചോറ് വയ്ക്കുമ്പോ മിണ്ടണ്ടെന്ന് പറഞ്ഞ അതിനാണ്. അല്ലാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സംസാരിക്കണോ? ചില മനുഷ്യന്മാരുണ്ട് ഭക്ഷണം കഴിക്കുമ്പോ മുഖം കൂടി നോക്കണില്ല, തല ഇങ്ങനെ താഴോട്ടിട്ടിട്ട് ഇന്ന് തന്നെ, കാരണം ഓന്റെ ഇറച്ചി മറ്റുള്ള എടുക്കുമെന്നോ പേടിയാ. അങ്ങനല്ല, നോക്കിയിട്ട് പരസ്പരം സംസാരിക്കണം. ഭാര്യയും ഭർത്താവും മക്കളെല്ലാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അതൊരു യോഗമാകണം, ഒരു മീറ്റിംഗ് ആകണം, വീട്ടിൽ നടക്കുന്ന വിഷയത്തിന്റെ ഒരു ചർച്ചയാകണം. അങ്ങനെ വേണം, സംസാരിക്കണം. സ്വർഗത്തിൽ അങ്ങനെയാണ്. ഈ പാനീയം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ അതേ യതസാഅലൂൻ, അവർ പരസ്പരം അവിടെ ഇങ്ങനെ ചോദിക്കുകയാണ്. കുറെ വിഷയങ്ങൾ ഇങ്ങനെ ചോദിച്ചറിയും സ്വർഗക്കാർ. ഒരു ഭാഗത്ത് ഈ പാനീയം കുടിക്കും, അതോടൊപ്പം പരസ്പരം കുറെ വിഷയങ്ങൾ ചോദിച്ച് സംസാരിക്കും. ആ കൂട്ടത്തിലല്ലേ ഖാല ഖായിലും മിൻഹും ഇന്നി കാന ലീ ഖരീൻ. സ്വർഗത്തിൽ പോയ ഒരു ചെറുപ്പക്കാരൻ മറ്റുള്ളവരോട് പറയൂ, അല്ല ജനങ്ങളെ, എനിക്ക് സ്വർഗത്തിൽ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ച് അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞതനുസരിച്ച് നടക്കുമ്പോ എന്റെ ഒരു സ്നേഹിതനുണ്ടായിരുന്നു ദുനിയാവിൽ. അവൻ അല്ലാഹുവിന്റെ ദീൻ അനുസരിച്ച് നടന്നവനല്ല, റബ്ബിനെ ധിക്കരിച്ച് നടന്നവനാ. അവൻ പലപ്പോഴും ഞാൻ പള്ളിയിൽ പോകുന്നത് കാണുമ്പോ, ഞാൻ വാദിന്റെ സദസ്സിൽ പോയിരിക്കുന്നത് കാണുമ്പോ, ഞാൻ ഇൽമനുസരിച്ച് നടക്കുന്നത് കാണുമ്പോ അവൻ എന്നോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, യഖൂലു അഇന്നക ലമിനൽ മുസദ്ദിഖീൻ, നീ അപ്പ അല്ലാഹുവിനെ വിശ്വസിച്ച് നടന്നു അല്ലേ? എന്നിട്ട് അവൻ എന്നോട് പരിഹാസ്യബോധത്തോടെ ചോദിക്കും, അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമ അഇന്നാ ലമദീനൂൻ, ഞങ്ങൾ മരിച്ചാൽ പുനർജന്മമുണ്ടാകുമെന്ന് പറയുന്നുണ്ടല്ലോ, എങ്ങനെ അത് നടക്കുക? ഞങ്ങൾ മണ്ണായി പോയില്ലേ, എല്ലുകളായി പോയില്ലേ, പിന്നെങ്ങനെയാണ് പുനർജന്മമുണ്ടാകുക? ഇങ്ങനെ പറഞ്ഞു നടന്നിരുന്ന ഒരു കൂട്ടുകാരൻ ദുനിയാവിൽ എനിക്കുണ്ടായിരുന്നു. സ്വർഗത്തിൽ പോയ ഒരു ചെറുപ്പക്കാരൻ മറ്റുള്ള സ്വർഗാവകാശികളോട് അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഖാല ഹൽ അൻതും മുത്തലിഊൻ, അല്ല സ്വർഗക്കാരെ, ആ കൂട്ടുകാരനെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അവനിപ്പോൾ നരകത്തിലാണ്. ഇവിടുന്ന് നരകത്തിലേക്ക് നോക്കിയാൽ അവനെയൊന്ന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റും. സ്വർഗക്കാർക്ക് സ്വർഗത്തിൽ നിന്ന് നരകക്കാരിലേക്ക് നോക്കാൻ ഒരു വഴിയുണ്ടെന്ന് മാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വർഗത്തിൽ ഒരു പ്രത്യേകമായ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് വന്ന് നിന്നു നോക്കിയാൽ നരകക്കാരെ അദാബ് കാണാൻ കഴിയോ? അതെന്തിനാണ് അല്ലാഹ് അങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്? സ്വർഗക്കാര് സ്വർഗത്തിലായിരിക്കെ നരകക്കാരെ കണ്ടിട്ട് നരകക്കാരെ പരിഹസിക്കാനാണ്. ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകൂന്ന് പറഞ്ഞപ്പോ ദുനിയാവിൽ നിങ്ങൾ ഞങ്ങളെ പരിഹസിച്ച് നടന്നവരല്ലേ, ഇപ്പൊ നിങ്ങൾ നരകത്തിൽ പോയി കിടന്നില്ലേ, ഇവിടുന്ന് ഞങ്ങൾക്ക് നിങ്ങളെ പരിഹസിക്കാനുള്ള നേരമാണ് എന്ന് അവരെ കണ്ട് പരിഹസിക്കാൻ സ്വർഗത്തിൽ നിന്ന് നരകക്കാരെ കാണാനുള്ളൊരു വഴി അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ടെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറഞ്ഞത് കാണാം. ആ എന്റെ ദുനിയാവിലെ ചങ്ങാതിയെ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ فاطلع فرآه في سواء الجحيم,
ആ സ്വർഗത്തിലുള്ളവർ മെല്ലെ ഇങ്ങനെ എണീറ്റ് നോക്കുമ്പോ നരകത്തിൽ അവനെ കാണുന്നു. അപ്പൊ ഈ സ്വർഗത്തിലുള്ള ചങ്ങാതി നരകത്തിൽ പോയവനോട് ചോദിക്കും, അല്ല മനുഷ്യ, നീ വല്ലാതെ എന്റെ കൂടെ വരാത്തത് നന്നായി, ഞാനും വഴിപിഴച്ചു പോകുമായിരുന്നു, ഞാൻ നേരായ വഴിയിൽ സഞ്ചരിച്ചിരുന്നു, എന്നെ നീ മാറ്റിയെടുക്കുമായിരുന്നു, നീ വല്ലാതെ എന്റെ കൂടെ നടക്കാത്തത് നന്നായി. വലൗലാ നിഅമതു റബ്ബി ലകുൻതു മിനൽ മുഹ്ളരീൻ. എന്റെ റബ്ബിന്റെ നിഅമത്ത് എനിക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഞാനും നിന്നെ പോലെ വഴിപിഴച്ചു പോയി നരകത്തിൽ വീണ് വെന്ത് ഉരുകിപ്പോകുമായിരുന്നു എന്ന ഒരു സംസാരം സ്വർഗത്തിലുള്ളവർ നരകക്കാരോട് പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതാണ്. ഏറ്റവും വലിയ വിജയം അതാണ്, സ്വർഗത്തിലെത്തിക്കിട്ടലാണ്. ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അദീം. ഏറ്റവും വലിയ വിജയം അവിടെ എത്തുമ്പോഴാണ്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് അതുപോലെ തന്നെ കവറും കൊടുത്തയക്കുന്നുണ്ട്. ഉമ്മമാരെ, ആ ബക്കറ്റിൽ നല്ല സംഭാവന ഇടുക, കവറിൽ നല്ല പൈസ ഇട്ടിട്ട് ഇൻഷാ അല്ലാഹ് നാളെ ആണ് നമ്മുടെ സമാപനം. നാളെ വരുമ്പോ നല്ല സംഭാവന അതിലിട്ടിട്ട് കൊണ്ടുവരിക. അല്ലാഹു തആല നമ്മുടെ ഉമ്മ പെങ്ങന്മാർക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഞാനൊരു ചെറിയ ചരിത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഇന്നത്തെ വഅദ് നിർത്തുന്നു. ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. ആ സ്വർഗീയ വിജയത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർ അധ്വാനിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്, ഓ സുഹൃത്തുക്കളെ, അതുകൊണ്ടല്ലേ എത്രയോ നല്ല നല്ല സ്വാലിഹീങ്ങൾ അവരുടെ റൂഹ് പിരിയുമ്പോ, അവരിതാ മരിക്കാൻ കിടക്കുമ്പോ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്തിലെ ഈ ആയത്ത് ഓതി മരണപ്പെട്ടു. ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. ഈ സ്വർഗീയ വിജയം ലഭിക്കാൻ അധ്വാനിക്കുന്നവരെല്ലാം നന്നായി അധ്വാനിക്കട്ടെ. സുഹൃത്തുക്കളെ, നബിയുല്ലാഹി യൂനുസ് നബി അലൈഹിസ്സലാം, ഇന്നത്തെ പുരുഷൻ കോടിയുടെ വാള് യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ഒരു ചെറിയ ചരിത്രം പറയലോടുകൂടെ ഞാനത് അവസാനിപ്പിക്കുകയാണ്. നബിയുല്ലാഹി യൂനുസ് നബി അലൈഹിസ്സലാം, ആ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് സൂറത്തു സ്വാഫാത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹ് പറയാണ്, വഇന്ന യൂനുസ ലമിനൽ മുർസലീൻ. ഓ ജനങ്ങളെ, യൂനുസ് നബി അലൈഹിസ്സലാം എന്ന ഒരു നബി നിങ്ങളുടെ നബി വരുന്നതിന് മുമ്പ് വന്നു പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം, ആ യൂനുസ് നബി അലൈഹിസ്സലാം അല്ലാഹു തആല നിശ്ചയിച്ച ഒരു സ്ഥലത്തു നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാം ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ അതാ ഒരു കടലിൽ ഒരു കപ്പലിൽ കയറിയതാണ്. ആ കപ്പലിൽ കയറിയപ്പോൾ അതാ കപ്പല് ഒരൽപ്പം മുമ്പോട്ട് പോയി, ഇടയ്ക്ക് വെച്ച് കപ്പല് നിന്നുപോയി. കപ്പല് അപ്പുറം നീങ്ങുന്നില്ല. ആ കപ്പലോടിക്കുന്ന ക്യാപ്റ്റന്, കപ്പിത്താന് പറഞ്ഞു, ഈ കപ്പലിനൊരു സ്വഭാവമുണ്ട്. അവരങ്ങനെയാണ് വിശ്വസിച്ചു പോരുന്നത്. യജമാനന്റെ മുതലാളിയുടെ സമ്മതമില്ലാതെ ഒരു അടിമ ഓടി വന്ന് കപ്പലിൽ കയറിയാൽ ആ കപ്പല് മുമ്പോട്ട് നീങ്ങൂല. അത് പണ്ട് മുതൽക്കേ ഉള്ള സംഭവമാണ്. അതുകൊണ്ട് ഈ കപ്പലിൽ ഒളിച്ചോടി വന്ന ഏതോ ഒരടിമയുണ്ട്. അതുകൊണ്ട് ആ അടിമ കപ്പലിലേക്ക്, അതാ കടലിലോട്ട് ചാടുന്നത് വരെ ഈ കപ്പല് മുമ്പോട്ട് നീങ്ങൂല. യൂനുസ് നബി അലൈഹിസ്സലാം മനസ്സിലാക്കി, ഇത് എന്നെ കുറിച്ചാ പറയുന്നത്. യൂനുസ് നബി അലൈഹിസ്സലാം ഒന്നും ചിന്തിച്ചില്ല. അതേ കടലിലേക്ക് അങ്ങ് ചാടി വീഴുന്നു, സ്വന്തത്തെ ചാടി എറിയുന്നു. യൂനുസ് നബി അലൈഹിസ്സലാം കടലിലേക്ക് ചാടുന്നു. ആ
ആ കടലിലേക്ക് ചാടിയപ്പോ യജമാനനായ റബ്ബല്ലേ അല്ലാഹു തആലയുടെ അടിമക്ക് എവിടെ പോയാലും അല്ലാഹ് സംരക്ഷണം നൽകും. ആ അടിമ റബ്ബിന്റെ ആളാകണമെന്നേ ഉള്ളൂ. യൂനുസ് നബി അലൈഹിസ്സലാം കടലിലോട്ട് ചാടിയപ്പോ ഫൽതഖമഹുൽ ഹൂതു വഹുവ മുലീം. ആ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഒരു വലിയ മത്സ്യം വിതുങ്ങിക്കളഞ്ഞു. മത്സ്യത്തിന്റെ വയറ്റിലാണ് യൂനുസ് നബി അലൈഹിസ്സലാം ഉള്ളത്. പക്ഷേ ആ മത്സ്യത്തിന് അല്ലാഹു തആല ഒരു അറിയിപ്പ് നൽകുകയാണ്. ഓ മത്സ്യമേ, നിങ്ങളെ വയറ്റിൽ വന്ന യൂനുസ് നബി അലൈഹിസ്സലാം നിങ്ങൾക്കുള്ള ഭക്ഷണമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വലാകിൻ ജഅൽതു ബത്നക ലഹു വിആ. യൂനുസ് നബി അലൈഹിസ്സലാമിന് നിങ്ങളുടെ വയറ് അവരെ സംരക്ഷിക്കാൻ ഒരു പാത്രമാക്കിയതാണ് ഞാൻ. അതുകൊണ്ട് ഫലാ തുകസ്സിരി മിൻഹു അൽമാ. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ എല്ല് പോലും മത്സ്യമാകുന്ന നീ പൊട്ടിച്ച് കളയരുത്. വലാ തഖ്തഇ മിൻഹു വസുലാ. ശരീരത്തിന്റെ ഒരു ഭാഗം പോലും മുറിച്ചു കളയരുത്. അല്ലാഹുവിന്റെ ഓർഡറാണ് മത്സ്യത്തിന്. ആ യൂനുസ് നബി അലൈഹിസ്സലാം ആ വലിയ മത്സ്യത്തിന്റെ വയറ്റില് 40 രാത്രി താമസിച്ചല്ലോ. 40 രാത്രി മത്സ്യത്തിന്റെ വയറ്റിലാണ് യൂനുസ് നബി അലൈഹിസ്സലാമിന് സംരക്ഷണം നൽകുന്നത്. അവസാനം ഈ മത്സ്യമോ ഫനബദ്നാഹു ബിൽ അറായി വഹുവ സഖീം. ഖുർആനിൽ അല്ലാഹ് പറയാണ്, ഞങ്ങൾ ആ മത്സ്യത്തോട് യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആളുകളൊന്നുമില്ലാത്ത സ്ഥലത്ത്, കെട്ടിടങ്ങളൊന്നുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഇടാൻ പറഞ്ഞു. അങ്ങനെ ആ മത്സ്യം ആളുകളില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഇട്ടുകൊടുത്തു. വയറ്റിൽ നിന്ന്, മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന യൂനുസ് നബി അലൈഹിസ്സലാം വഹുവ സഖീം. ശരീരമാകെ സൃഷ്ടിച്ചു പോയിട്ടുണ്ട്, മെലിഞ്ഞു പോയിട്ടുണ്ട്, ക്ഷീണിച്ചിട്ടുണ്ട്. പക്ഷേ മരങ്ങളൊന്നും അവിടെയില്ല, സസ്യങ്ങളൊന്നും അവിടെയില്ല, വീടുകളൊന്നും അവിടെയില്ല, ജനങ്ങളൊന്നും അവിടെയില്ല. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരാളുടെ സംരക്ഷണം ഏറ്റെടുത്താൽ അയാൾക്ക് മറ്റൊരാളുടെയും പ്രൊട്ടക്ഷൻ ആവശ്യമില്ലല്ലോ, സംരക്ഷണം ആവശ്യമില്ലല്ലോ. അല്ലാഹ് എന്ത് ചെയ്തു എന്നറിയോ? ഖുർആനിൽ അല്ലാഹ് പറയാണ്, വഅംബത്നാ അലൈഹി ശജറതൻ മിൻ യഖ്തീൻ. ഒരു പ്രത്യേകമായ മരം ഞാൻ അവിടെ മുളപ്പിച്ചു. അല്ലാഹ് ഖുർആനിൽ പറയാണ്, ഒരു മരം പോലും ഇല്ലാത്ത സ്ഥലമാണ്, പക്ഷേ ഞാൻ അവിടെ ഒരു മരം മുളപ്പിച്ചു. ആ മരത്തിന്റെ ചുവട്ടിലാണ് യൂനുസ് നബി അലൈഹിസ്സലാം വിശ്രമിക്കുന്നത്. യൂനുസ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല ആ മരം കൊണ്ട് സംരക്ഷണം നൽകുകയാണ്. എന്നിട്ടോ ഖുർആനിൽ അല്ലാഹ് പറയാണ്, വഅർസൽനാഹു ഇലാ മിഅത്തി അൽഫിൻ ഔ യസീദൂൻ. ഒരുപാട് ആളുകളിലേക്കാണ് യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഞാൻ അതാ അയച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ അയച്ചതാണ്. അപ്പോൾ അവർ യൂനുസ് നബി അലൈഹിസ്സലാമിനെ അംഗീകരിച്ചില്ല. ആ സങ്കടത്തോടെയാണ് തിരിച്ചു വരുമ്പോ കടലിലോട്ട് ചാടേണ്ടി വന്നത്. ഫആമനു ഫമത്തഅനാഹും ഇലാ ഹീൻ. നേരത്തെ വിശ്വസിക്കാത്ത ജനങ്ങള് ഇപ്പൊ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ഈ അത്ഭുത വാർത്തയങ്ങ് കേട്ടപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാമിനെ കൊണ്ട് അവരിതാ വിശ്വസിച്ചു പോയി. പക്ഷേ യൂനുസ് നബി അലൈഹിസ്സലാമിന് മത്സ്യത്തിന്റെ വയറ്റിലുണ്ടായിട്ട് പോലും ഒരു ചുക്കും സംഭവിക്കാതിരിക്കാനുള്ള കാരണം ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാം പുറത്തു വന്നല്ലോ. ഖുർആനിൽ അല്ലാഹ് പറയാണ്, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീന. യൂനുസ് നബി അലൈഹിസ്സലാമിന് ഒരു പ്രത്യേകമായ സ്വഭാവമുണ്ട്.
എന്താ സ്വഭാവം? അവിടെ നദാ തസ്ബീഹ് ചൊല്ലുന്നു. പല വ്യാഖ്യാനങ്ങളും ആയത്തിനുണ്ട്. കൂട്ടത്തിൽ 2 വ്യാഖ്യാനം ഞാൻ ഇന്നത്തെ അതിൽ പറയും. അതിൽ ഒന്ന്, യൂനുസ് നബി അലൈഹിസ്സലാം അവിടുന്ന് തസ്ബീഹ് ചൊല്ലുകയാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആ തസ്ബീഹ് അങ്ങ് ചൊല്ലിയതുകൊണ്ട് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. വേറെ ചില പണ്ഡിതന്മാർ അതിന് മറ്റൊരു വ്യാഖ്യാനവും കൂടി നൽകുകയാണ്. എന്താണ് ആ വ്യാഖ്യാനം? യൂസുഫ് നബി അലൈഹിസ്സലാം നേരത്തെ തന്നെ കുറെ തസ്ബീഹ് ചൊല്ലുന്ന ആളായിരുന്നു. ആ തസ്ബീഹ് ജീവിതത്തിൽ എമ്പാടും ചൊല്ലിയതിന്റെ ബറക്കത്ത് കൊണ്ട് അതേ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇല്ലായിരുന്നുവെങ്കിലോ കുറെ കാലം ജീവനോടെയോ മരിച്ചിട്ടോ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ കഴിയേണ്ടിയിരുന്നു. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്, ആ യൂനുസ് നബി അലൈഹിസ്സലാം ചൊല്ലിയ തസ്ബീഹാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ തസ്ബീഹ് മനുഷ്യന് ഏത് കുടുക്കിൽ നിന്നും രക്ഷപ്പെടാൻ ഏറ്റവും ഉപകരിക്കുന്ന തസ്ബീഹാണ്. അത് പുരുഷന്മാരും പതിവാക്കിക്കോ. എന്റെ വാല് കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാരെ, വല്ല കുടുക്കിൽ കുടുങ്ങിയിട്ടുണ്ടോ? ആ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടോ? ജീവിതത്തിൽ യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞ തസ്ബീഹ് അങ്ങ് അധികരിപ്പിച്ചോ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. സാധുക്കളായ ഞങ്ങൾക്ക് അർഹമുർ റഹീമീനായ റബ്ബ് അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഇന്നത്തെ ഈ സദസ്സ് അല്ലാഹുവേ ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഇന്നത്തെ ഈ സദസ്സിൽ സൂറത്തു സ്വാഫാത്താണ് വഅദ് പറഞ്ഞത്. ആ സൂറത്തു സ്വാഫാത്തിന്റെ പ്രധാനപ്പെട്ട ആയത്തുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് ഇന്ന് വഅദ് പറഞ്ഞത്. അതിന്റെ ഏറ്റവും അവസാനത്തെ ആയത്താണ് സുഹൃത്തുക്കളെ സുബ്ഹാനക. സുബ്ഹാനക ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൂറത്തു സ്വാഫാത്തിലെ ഏറ്റവും അവസാനത്തെ ആയത്താണ്. നമുക്കൊക്കെ അറിയുന്നതാണ് സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുവല്ലം കഴിഞ്ഞിട്ട് അവസാനം ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അവസാനം പറയും. അത് ആയത്താണ് അവസാനത്തത്. സൂറത്തു സ്വാഫാത്തിലെ അവസാനത്തെ ആയത്താണ്. ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാള് പരലോകത്ത് അയാളുടെ തുലാസിന്റെ നന്മയുടെ തട്ടിൽ നല്ല കനം വർദ്ധിക്കണം എന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യേണ്ടത് ഫൽയകുൻ ആഖിറു കലാമിഹി മിൻ മജ്ലിസിഹി. ഒരു സദസ്സിൽ നിന്ന് അയാൾ പോകുമ്പോൾ അയാൾ അവസാനത്തെ വാക്കതായിരിക്കണം, സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതാണ് വഅദ് കഴിഞ്ഞിട്ട് ദുആ ചെയ്യാതെ പോകരുത് എന്ന് പറയാൻ കാരണം ദുആ കഴിയുമ്പോൾ അവസാനം കിട്ടുന്നതാണത്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അത് ഒരു സദസ്സിന്റെ അവസാനത്തിൽ വെച്ച് ഒരാൾ ചൊല്ലിയാൽ ഖിയാമത്ത് നാളിൽ തുലാസിന്റെ തട്ടിൽ, നന്മയുടെ തട്ടിൽ ഏറ്റവും വലിയ കനം വർദ്ധിക്കാൻ അതുകൊണ്ട് സാധിക്കും എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതോടൊപ്പം മഹാന്മാര് പറയാണ്, ഓ മനുഷ്യ, അതുകൊണ്ട് നിന്റെ സദസ്സിൽ നിന്ന് നീ എണീറ്റു പോകുന്നതിന് മുമ്പ് 2 കാര്യം നീ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഏത് സദസ്സിൽ ഉണ്ടായാലും, അത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളും ഭാര്യയും മക്കളും കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ചില വീടുകളിലൊക്കെ അങ്ങനെ ഉണ്ട്, രാത്രി ഇങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടി സമയം എടുക്കുമ്പോൾ എല്ലാം ഒന്നിച്ച് ഇങ്ങനെ സംസാരിക്കും. എന്നാ പിന്നെ സമയം 11 മണിയായല്ലോ, 11 മണിയായി, 10 മിനിറ്റ് ഉണ്ട്
അപ്പൊ 11 മണി ആകാറായി. അപ്പൊ അതുകൊണ്ട് നമുക്കിനി പോവാ, കിടന്നുറങ്ങാം എന്ന് പറഞ്ഞിട്ട് ഭാര്യയും ഭർത്താവ് എണിക്കുകയാണ്. കുട്ടികൾ വഴിക്ക് ഉറങ്ങാൻ പോവാണ്. അങ്ങനെ പോകുമ്പോ മഹാന്മാർ പറയാണ്, 2 കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ പാടില്ല, ശ്രദ്ധിക്കണം. 2 ദിക്ർ ചെല്ലാൻ മറന്നു പോകരുത് അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോ. ഏതാണത്? അതിൽ ഒന്നാമത്തത് ചൊല്ലിയാൽ നിങ്ങൾക്ക് പരലോകത്ത് വലിയ പ്രതിഫലം കിട്ടും. തുലാസിന്റെ തട്ടിന്, വലിയ നന്മയുടെ തട്ടിന് കനം വർദ്ധിക്കും. അത് ഇപ്പൊ ഞാൻ പറഞ്ഞ സൂറത്തു സാഫാത്തിലെ അവസാനത്തെ ആയത്താണ്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മറ്റൊരു കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഫാറത്തുൽ മജ്ലിസ്, ഒരു സദസ്സിൽ നിന്ന് അല്ലാഹ് പൊറുക്കാത്ത വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തമായ ഒരു ദിക്ർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേതാണ്? സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അത് ആ സദസ്സിൽ വെച്ച് ചൊല്ലിയിട്ടാണ് അയാൾ പോകുന്നതെങ്കിൽ അയാൾക്ക് അവിടുന്ന് വന്ന പാപം അല്ലാഹു തആല പുറത്തു കൊടുക്കും എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ സദസ്സിലുള്ള എല്ലാവരും ഇവിടുന്ന് പോകുമ്പോൾ ഈ 2 കാര്യം ചെയ്തിട്ട് പോകണം. എന്നിട്ട് നമ്മുടെ എല്ലാ സദസ്സുകളിലും നമ്മൾ ആ 2 കാര്യം അവസാനം ആ സദസ്സിന് പോകുമ്പോൾ ചെയ്യണം. സാധുക്കളായ നമുക്ക് അർഹമുർ റഹീമീനായ റബ്ബേ, നീ അതിനെ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. നമുക്ക് ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച രാവാണല്ലോ, കുറച്ച് സ്വലാത്ത് ചൊല്ലി നാളെയാണ് നമ്മുടെ സമാപനം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ മഹത്തായ മഹലിന്റെ എല്ലാ അർത്ഥത്തിലുള്ള നേതൃത്വം നേരത്തെ ഇവിടെ വന്നപ്പോഴും പറഞ്ഞു, ഇതിനു മുമ്പ് വന്നപ്പോഴും പറഞ്ഞു, ഇപ്പോ നോട്ടീസിലും ഞാൻ കണ്ടു. ബഹുമാനപ്പെട്ട കുമ്പോൾ ആറ്റക്കോയ തങ്ങളുപ്പാപ്പയാണ്. അല്ലാഹുവേ, നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനെ. അവരുടെ പ്രിയപ്പെട്ട മകൻ കുമ്പോൾ മുഖ്താർ തങ്ങൾ ഇവിടെ തുടക്കത്തിൽ ഇവിടെ വന്നിരുന്നു എന്നും ഞാൻ അറിഞ്ഞു. അല്ലാഹു അവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അവരുടെ നേതൃത്വത്തിൽ, ഈ നാട്ടിലെ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, കുത്തുബിയത്ത് കമ്മിറ്റി, ഇങ്ങനെ തുടങ്ങി ഏതെല്ലാം കമ്മിറ്റികളുണ്ടോ അവരുടെയൊക്കെ നേതൃത്വത്തിൽ, മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഖിയാമത്ത് നാൾ വരെ ദീനി ഐശ്വര്യവും ദീനി തനിമയും അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് വെള്ളിയാഴ്ച രാവ് നമുക്ക് കുറച്ച് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് പിരിയണം. കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നപ്പോൾ അൽഹംദുലില്ലാഹ് ഈ പള്ളിയുടെ മുകളിലേക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചപ്പോൾ ഇത്തവണ വേഗം വിളിച്ചപ്പോഴേക്ക് ഡേറ്റ് തരാൻ കാരണം അതാ, കഴിഞ്ഞ തവണത്തെ ഓർമ്മ വന്നു. അതിന് കുറെ മുമ്പൊക്കെ വന്നതുണ്ട്, അതിന്റെ ഓർമ്മ ഇപ്പൊ എനിക്കില്ല. സംബന്ധിച്ച് കഴിഞ്ഞ വർഷം വന്ന ആ ഓർമ്മ നിങ്ങളെല്ലാവരും ആ ആവേശം നിലനിർത്തിയിരുന്നു. ചോദിച്ചപ്പോഴേക്ക് പുരുഷന്മാരും സ്ത്രീകളും അൽഹംദുലില്ലാഹ് അവരെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തിരുന്നു. അൽഹംദുലില്ലാഹ് നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് സംഭാവനകൾ അന്ന് ഏറ്റെടുത്തു. അല്ലാഹുവേ, ആ സഹായിച്ച ആളുകൾക്ക് മൊത്തം നീ വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. ഇനിയിപ്പോ നാളത്തോടുകൂടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടിയുടെ ഇത്തവണ ഈ പ്രാവശ്യം കുത്തുബിയത്തിന്റെ വാർഷിക പരിപാടി അവസാനിക്കുകയാണ്. അല്ലാഹു ഇനി ഓരോ വർഷങ്ങളിലും അതിൽ സംബന്ധിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖും ആയുസ്സും ആരോഗ്യവും അല്ലാഹു നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് ഇത്തവണ ഏതായാലും നമുക്ക് ഇതുപോലെയുള്ള സംഗമങ്ങൾ കൂടുമ്പോഴാണല്ലോ ആവശ്യമുള്ളതൊക്കെ നമുക്ക് ഇവിടുന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക. അപ്പൊ നിങ്ങളൊക്കെ സഹകരിക്കുകയാണെങ്കിൽ എല്ലാം നടക്കും. പുരുഷൻകോടിക്കാര് തീരുമാനിച്ചാൽ നടക്കാത്ത ഒന്നുമില്ല. നിങ്ങളൊക്കെ സഹകരിക്കുകയാണെങ്കിൽ എല്ലാം നടക്കും ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇവിടെ നേരത്തെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങളെ കുത്തുബിയത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഹമീദാജി അവരുകള് ഇവിടെ കുറച്ച് വിഭവങ്ങൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. കുറച്ച് കസേര വേണം, കുറച്ച് ടേബിൾ വേണം, അതേപോലെ കുറച്ച് പാത്രം വേണം. ഒക്കെ നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ട് കഴിയുന്ന കഴിവിന്റെ പരമാവധി, പുരുഷന്മാര് മാത്രം പോരാ, സ്ത്രീകളും കൂടി ഒക്കെ ഏറ്റെടുത്താൽ ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച രാവുവാണല്ലോ. അപ്പോ 1 ടേബിൾ, 2 ടേബിൾ, 3 ടേബിൾ, ഇത്ര കസേര ഓരോരുത്തർ ഏറ്റെടുത്ത് മരണപ്പെട്ടവരെ പേരില് വെള്ളിയാഴ്ച രാവ് മരിച്ചവരുടെ റൂഹ് ഞങ്ങളുടെ അടുത്തേക്ക് വരുമെന്നാണ്. എന്തെങ്കിലും താ ഖബറിലേക്ക് എന്നിങ്ങനെ ചോദിക്കൂന്നാണ്. അപ്പൊ അതുകൊണ്ട് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിലൊക്കെ ഏറ്റെടുക്കുക, ഭാര്യമാരെ പേരിൽ ഏറ്റെടുക്കുക, ഭർത്താക്കന്മാരെ പേരിൽ ഏറ്റെടുക്കുക. അങ്ങനൊക്കെ ഏറ്റെടുത്താൽ ഇൻഷാ അല്ലാഹ് ആ മരിച്ചുപോയവരെ ഖബറിൽ വലിയ സന്തോഷമുണ്ടാകും. എന്നിട്ട് നമുക്ക് അവസാനം ഒരു ചെറിയ ദുആ നടത്തി പിരിയാം. വെള്ളിയാഴ്ച രാവല്ലേ. അല്ലാഹു നമ്മുടെ ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. എന്താ വേണ്ടെന്ന് പറഞ്ഞേ?
നിങ്ങൾ സെക്രട്ടറി ആണല്ലേ? ആ ടേബിള് ഒരു 15 ടേബിള് വേണം. 4000 പോലെ ആവും.